അത്ഭുതമില്ല. ഇത് ജൂതന്മാരുടെ മതമാണ്, നസ്വാറാക്കളുടെ മതമാണ്. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അത് എത്ര വലിയ മഹാനെ വിളിച്ചാലും ശരി. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ഒരാളില്ലല്ലോ. അസ്റഫുൽ ഖൽഖാണ്, ശാഫിഈ മഹ്ശർ, അവ്വലു മൻ യദ്ഖുലുൽ ജന്ന. പ്രവാചകന്റെ വിശേഷണങ്ങളാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി സ്വർഗ്ഗത്തിൽ പോകുന്ന പ്രവാചകൻ, പരലോകത്ത് ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഒരാൾ ഇന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ പേര് ശിർക്ക് എന്നാണ്. ആ പ്രവാചകന്റെ മുമ്പിൽ ഒരാൾ പറഞ്ഞത് മാഷാ അല്ലാഹു വശിഇത, നിങ്ങളും അല്ലാഹു ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കും, നിങ്ങളും അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ. എന്താ വിശ്വാസം പറഞ്ഞത്? നീ അല്ല വിശ്വാസം, നീ സുന്നത്ത് ജമാഅത്തിന്റെ മെമ്പറാന്നാ പറഞ്ഞത്? അല്ല. അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ റബ്ബിൽ എന്നെ പങ്കാളിയാക്കുകയാണോ? റബ്ബിനെ നീ എന്നെ സമമാക്കുകയാണോ? എന്തേ കാരണം? മശീഅത്ത്, ഉദ്ദേശം, അത് റബ്ബ് ഉദ്ദേശിച്ച പോലെ ഈ ലോകത്ത് നടക്കൂ. വമാ തശാഊന ഇല്ലാ അൻയശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. അല്ലാഹ് അലീമാണ്, ഹകീമാണ്. അവൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. അതിലേക്ക് ആ പ്രവാചകനെ അത്തുഫിന്റെ വാവോടുകൂടി ചേർത്തി പറഞ്ഞത് മാഷാ അല്ലാഹു വശിഇത, നിങ്ങളും അള്ളയും ഉദ്ദേശിച്ച പോലെ. പ്രവാചകനെ എതിർത്തു. എന്നിട്ട് ആ പ്രവാചകനെയാണ് ഇന്ന് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? വിളിച്ച് പ്രാർത്ഥിക്കുക. എന്താ പേര്? അത് അത് മദ്ഹല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചകനോട് ദുആ ചെയ്യുക. ആ പ്രവാചകൻ വിളിക്കുന്ന ഒട്ടനവധി വരികള് മൗലിദ് കിതാബുകൾ കാണാൻ ഞാൻ ആ ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. ഈ ബദർ മൗലിദ് ബദ്രീങ്ങളെ വിളിച്ച് സഹായം തേടാമെന്ന് പഠിപ്പിക്കാൻ വിശദീകരിക്കുകയാണ്. എന്താ കാരണം എന്നറിയോ? ഇത് ബദ്രീങ്ങളെ വിളിച്ചു തേടുന്ന ഒരുപാട് വരികൾ ഇതിനകത്തുണ്ട്. അപ്പൊ അത് സമർത്ഥിക്കണമെങ്കിൽ ഈ ആശയം പറയണം. നോക്കൂ, ആദ്യം ആ വരികൾ ഞാൻ നിങ്ങളൊന്ന് വിശദീകരിക്കുന്നില്ല, വേഗത്തിൽ ഞാൻ ചൊല്ലി പറഞ്ഞു തരാം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ഏതാണ് ഇസ്ലാം, ഏതാണ് ഇവർ പറയുന്ന മതം എന്ന് നോക്കൂ. നമ്മളൊക്കെ പള്ളിയിൽ ചെന്നിരുന്ന് അല്ലെങ്കിൽ വീടുകളിൽ ഇരുന്ന് ഈ ബദർ ദിനം വരുമ്പോഴോ അല്ലെങ്കിൽ മജ്ലിസുൻ നൂറിലോ അല്ലെങ്കിൽ ബദ്രീങ്ങൾ ആണ്ട് വരുമ്പോഴോ ഒക്കെ ചൊല്ലുന്നത് ആ ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കല. അത് തൗഹീദല്ല, അത് തൗഹീദല്ല. കേട്ടോളൂ നിങ്ങൾ. യമൻ ബിഹി ഹല്ലറദ വമൻ ബിഹമ്മിൻ നകിദ ഖുൽനാദിയം മുസ്തൻജിദ യാ അഹ്ല ബദരി ശുഹദാ. അർത്ഥം ഞാൻ പറയുന്നില്ല, മുസ്ലിയാർ എഴുതിയ അർത്ഥം കേട്ടോളൂ. ധാർമ്മിക അധപ്പതനത്തിൽ നിന്നും മോചനം ലഭിക്കേണ്ടവനെ, ക്ലേശഭൂയിഷ്ടമായ മനപ്രയാസത്തിൽ അകപ്പെട്ടവനെ എന്ന് പറഞ്ഞ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും മനപ്രയാസത്തിലും ഉള്ളവനെ നീ സഹായാഭ്യർത്ഥനയ്ക്ക് വേണ്ടി ഇപ്രകാരം വിളിച്ചു പറയുക, ഓ ബദർ ശുഹദാക്കളെ എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന്. ഇങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ബദ്രീങ്ങൾ, ബദറിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ബദ്രീങ്ങളാണ്. ചില ആളുകൾ അത് ഷഹീദായിട്ടുള്ളൂ. അവർ ഷഹീദായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ. എപ്പോഴെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മനപ്രയാസമുണ്ടോ, വേദനയുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കൾ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ബദറിൽ പങ്കെടുത്ത പല ആളുകളും പിൽക്കാലത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ. അവരാരെങ്കിലും മരിച്ചുപോയ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് ആ യുദ്ധത്തിൽ അന്ന് മരിക്കാത്ത ആളുകൾ പിന്നീട് മരിച്ചല്ലോ, അവർക്കും ഷഹീദിന്റെ പ്രതിഫലം തന്നെയാണുള്ളത്. അവരാരെങ്കിലും പിൽക്കാലഘട്ടത്തിൽ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതുവരെ? ഈ തരത്തിലുള്ള മാലകളും മൗലിദുകളും ഷിയാ വിശ്വാസങ്ങളും സമസ്തക്കാരെ കൊണ്ടുവരുന്നത് വരെ. പിന്നെ ചരിത്രത്തിലൊക്കെ ചില ആളുകളൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇറാനിലും ഇറാഖിലും ജോർദാനിലും ഒക്കെ ആയിക്കൊണ്ട് അലിയെയും ഹസനെയും ഹുസൈനെയും ഫാത്തിമയെയും അതേപോലെ ജാഫർ സാദിഖിനെയും അങ്ങനെ ആ കുടുംബ പരമ്പരയിലുള്ള എല്ലാ ആളുകളെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിശ്വാസം ഷിയാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് സമസ്ത എന്ന് പേരിട്ടുകൊണ്ട് കേരളത്തിലേക്ക് കടന്നു വന്നത്. ബദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാ. വിശുദ്ധ ഖുർആൻ മുഴുവൻ പരിശോധിച്ചാലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കി. എവിടെങ്കിലും ഒരു ഭാഗത്ത് ഒരു കഷ്ണം അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചോളൂ എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിംക്ക് കൊണ്ടുവരാൻ സാധിക്കും? അതിന് മജീദ് അല്ല വരേണ്ടത്, അതിന് വിവരമുള്ള ഒരു വരി, ഏതെങ്കിലും ഒരു ആയത്ത്, ഒരു ഹദീസ്. സഹായം ചോദിക്കുകയാണോ? അല്ലാഹുവോട് ചോദിക്ക്. നീ ഇസ്തിആന നടത്തുകയാണോ? റബ്ബിനോട് ഇസ്തിആന നടത്ത്. പള്ളികൾ അല്ലാഹുവിനുള്ളതാ, അല്ലാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ച് ദുആ ചെയ്യല്ല. അല്ലാഹു പറയാണ്, ഇഖ്ലാസോടുകൂടി റബ്ബിനോട് മാത്രം നീ ദുആ ചെയ്യ്. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. അവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരുണ്ട്? ആരെക്കാൾ?
അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപടച്ചവന് വേറെ ആരുണ്ട്? അപ്പൊ അള്ളാഹിന്റെ ഭാഷയിൽ വിശുദ്ധ ഖുർആനിൽ ബദ്രീങ്ങളെ സഹായിക്കണേ, മുഹിയദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, മുഹിയദ്ദീൻ ശൈഖെ ഹിദായത്ത് നൽകണേ എന്ന് പറയുന്നവൻ അവൻ പിഴച്ചവനാ, അവൻ സുന്നത്തി ജമാഅത്തല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞങ്ങളുടെ തീരുമാനമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാ. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, ആരെയാ വിളിച്ചു തേടുന്നത്? ലാ യസ്തജീബു ലഹും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാൻ സാധ്യമല്ലാത്ത ആളുകളെ. എന്നിട്ട് ഇവര് പറയാ, എന്താ പറഞ്ഞത്? വിളിച്ചോ ബദർ ശുഹദാക്കളെ. അടുത്ത വരി എന്താ? യമൻ ബിഹി കർബുൻ വഗം വജുല്ല ഖതുബിൻ മുദ്ലഹിം ഖുല്ലാജി ഔവഖത്തഉം യാ അഹ്ല ബദരി ശുഹദാ. മനോവിഷമത്തിലും ദുഃഖത്തിലും അകപ്പെട്ടവനെ, ബുദ്ധിമുട്ടുകൾ മുഴുവനും തിങ്ങി നിറഞ്ഞവനെ, നീ അഭയാർത്ഥനായും ഉമ്മയോട് യാചിക്കുന്നവനെ പോലുള്ളവനായും വിളിച്ചു യാചിക്കുക. ഓ ബദ്രീങ്ങളെ സഹായിക്കണേ. സഹോദരങ്ങളെ മനസ്സിലാക്കിക്കോ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആയുണ്ട്. നിങ്ങൾക്ക് മാനസികമായ വിഷമമുണ്ടായാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബ്ൻ വഗലബത്തി ദൈനി വഖഹരി റിജാൽ. മനസ്സിന് വിഷമമുണ്ടോ, മാനസികമായ ദുഃഖമുണ്ടോ, പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണ്. ഈ ദുആ ആർക്കെങ്കിലും അറിയോ? ഏതെങ്കിലും ദുആ നമുക്കറിയോ? ഉസ്താദിന് ശ്വാസം മുട്ടും ആമീൻ എന്ന് പറയുന്നതല്ലാണ്ട് ഏതെങ്കിലും ദുആ പഠിക്കേണ്ട പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മൾ തൗഹീദിൽ നിന്ന് മാറിപ്പോയി. അപ്പൊ എല്ലാ പണവും സംഭവിക്കും. എന്നിട്ട് പറയാം, മനപ്രയാസമുണ്ടോ, വിഷമമുണ്ടോ, ബദ്രീങ്ങളെ വിളിച്ചോ. അടുത്ത വരിയോ, യമൻ ബിഹി മുറുൽ ബലാ വലിഖത ഖൽബൻ വാജിലാ ഖുൽ മുസ്രിഅം മുഹർവിലാ യാ അഹ്ല ബദരി ശുഹദാ. പരീക്ഷണങ്ങളുടെ കൈപ്പുനീര് കുടിക്കുന്നവരെ, ഭയവിഹ്വലതയിൽ ഹൃദയം പ്രകമ്പനം കൊള്ളുന്നവരെ, ധൃതിയിലും അതിശീഘ്രതയിലും വിളിച്ചു പറയുക, ഓ ബദ്രീങ്ങളെ സഹായിക്കണേ. ഇതാണ് പച്ചയായ ശിർക്ക് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ അല്ലാഹു എന്താ പറഞ്ഞത്? അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും സമ്പത്തിന്റെ കുറവ് കൊണ്ട്, അല്ലേ, മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട്, ആളുകളുടെ കുറവുകൾ കൊണ്ട്, പലതുകൊണ്ടും പരീക്ഷിക്കും. ഫബശ്ശിരി സ്വാബിരീൻ, സന്തോഷ വാർത്ത അറിയിക്കണം ക്ഷമാലുക്കൾക്ക്. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു. അവരെന്ത് പറയണം? അല്ലദീന ഇദാ അസ്വാബതുഹും, അവർ ബുദ്ധിമുട്ട് ബാധിച്ചാൽ അവർ പറയുമെന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബ്ബിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ അല്ലാഹു തആല കൊണ്ടുപോകുന്നത്. ആ റബ്ബിലേക്ക് അല്ലാഹു മനുഷ്യനെ കൊണ്ടുപോകാൻ വേണ്ടി അമ്പിയാക്കന്മാരെ നിയോഗിച്ചപ്പോ ആ റബ്ബിൽ നിന്ന് അകറ്റി മരിച്ചവരിലേക്ക്, ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക്, മാലകളിലേക്ക്, മൗലിദുകളിലേക്ക്, ശിർക്കുകളിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി വേറെ ആരോ പറഞ്ഞു വിട്ടതാണ് മുസ്ലിയാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ. സംശയമില്ലാത്ത കാര്യം. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചല്ലോ, ആദ്യം നബിദിനം വന്നപ്പോ അത് ബിദ്അത്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാനാണ് ഇവിടെ പ്രസംഗിച്ചത്. വേറെ മുസ്ലിം മറുപടി പറയാമെന്ന്. അതിനാണ് പിന്നീട് വീണ്ടും നമ്മൾ മറുപടി വെക്കേണ്ടി വന്നത്. പിന്നെയാണ് മുഖാമുഖത്തിൽ കലാശിച്ചത്. വ്യക്തമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടോ അല്ല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബിദിനാഘോഷം തെളിവാണെന്ന് പറയാൻ ഒരു മുസ്ലിംക്കും സാധിച്ചിട്ടില്ല. ഇനി മുസ്ലിംമാരുണ്ടാവും അങ്ങോട്ടെ, ധൈര്യമായി വരാം. അതിന് മജീദല്ല, അതിന് പത്തപ്പിരിയത്തിന് ആളെ വാടകയ്ക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറെ ആൾക്കാർ വാടകയ്ക്ക് നടക്കുന്നുണ്ടാവും. നമുക്കതിനെന്താ? ഈ നാട്ടിൽ വിവരമുള്ള മുസ്ലിംമാരില്ലേ? ഞാനാണ് ഇവിടെ പ്രസംഗിച്ചത്, മറുപടി പറഞ്ഞത് മുസ്ലിയാരുമാണ്. ആ മുസ്ലിയാർ വരട്ടെ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ആളുകൾ ദീന് പഠിക്കട്ടെ. കൊണ്ടുവരൂ തെളിവ്. ഇന്ന ആയത്ത് തെളിവാണ് നബിദിനത്തിന്. എന്തിനാണ് ഞങ്ങൾ അത് പറയുന്നത് അറിയോ? ബിദ്അത്ത് എവിടെ കടന്നു വന്നോ അവിടെ ശിർക്കും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ ആചാരങ്ങളും സുന്നത്തായ അനുഷ്ഠാനങ്ങളും അതെടുത്തു നോക്കി അതിൽ ശിർക്കുണ്ടാവൂല, അതിൽ തൗഹീദേ ഉണ്ടാവൂ. മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്ന, ഷിയാക്കൾ കൊണ്ടുവന്ന എന്തെല്ലാം ആചാരങ്ങൾ പുതിയതുണ്ടോ അതിലൊക്കെ ശിർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തൗഹീദിന്റെ കൂടെ പിന്നെ ബിദ്അത്തിനെയും ചിലപ്പോൾ എതിർക്കേണ്ടി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ആഘോഷിക്കാത്തൊരു ആഘോഷമാണത്. അത് ബിദ്അത്ത് തന്നെയാണ്. അതിന്റെ പേര് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പലതിലും ആ പ്രവാചക സ്നേഹം എന്ന പേര് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന പച്ചയായ ശിർക്കിന്റെ വരികളാണുള്ളത്. സഹോദരന്മാരെ, അവസാനിപ്പിക്കുകയാണ്. ശിർക്ക് കടന്നു വരുന്ന മറ്റൊരു വഴിയാണ് ഖബറുകൾ എന്ന് പറയുന്നത്. ഖബറുകൾ സിയാറത്ത് ചെയ്യണം. പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകളെ സംബന്ധിച്ച് മുസ്ലിംമാർ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് അവർ ഖബർ സിയാറത്ത് ചെയ്യാത്തവരാണ്, അവർക്ക് സിയാറത്തില്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ടാ. ഞങ്ങൾക്ക് സിയാറത്തുണ്ട്, ഖബർ സിയാറത്തുണ്ട്, പക്ഷെ കച്ചവടമല്ല.
അത് വെച്ചിട്ട് ആൾക്കാരെ ഞങ്ങൾ കൊല്ലാറില്ല, ആളുകളെ പോക്കറ്റ് അടിക്കാറില്ല. ഖബർ സിയാറത്തുണ്ട്, അതിന് ലക്ഷ്യവും ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ, പരലോക ചിന്തയുണ്ടാക്കും. ഫഇന്നഹാ തുദിമുൽ ഉയൂൻ, അത് കണ്ണുകളെ കരയിപ്പിക്കും. ഫഇന്നഹാ തുലീനുൽ ഖുലൂബ്, ഹൃദയങ്ങളെ ലോലമാക്കും. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, മരണചിന്തയുണ്ടാക്കും. വ്യത്യസ്ത ഹദീസുകളിൽ വന്ന വ്യത്യസ്ത റിവായത്തുകളാണ്, വ്യത്യസ്ത റിപ്പോർട്ടുകളുടെ രൂപങ്ങളാണ്. ഇതാ ഇസ്ലാമിലെ ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം. അതിനാണോ പുത്തമ്പള്ളി? അതിനാണോ പെരുമ്പടപ്പ് പുത്തമ്പള്ളി? പെരുമ്പടപ്പ് പുത്തമ്പള്ളി മാറാ രോഗങ്ങൾക്ക് അത്ഭുത ഫലസിദ്ധി, പേപ്പട്ടി വിഷ നിവാരണം. അപ്പോ അവരൊക്കെ അങ്ങോട്ട് പോവുക. അജ്മീറും ഏറുവാടിയും നാഗൂരൊക്കെ എന്തിനാ? ഇത് ഏറുവാടിയാണ്. ഏറുവാടി എന്തിനാ കേട്ടോളൂ? ഏത് രോഗവും മാറ്റുന്ന ആശുപത്രി, ഏത് കേസും തീർക്കുന്ന കോടതി, അതാണ് ഏറുവാടി. പിശാചുബാധ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന രോഗങ്ങൾ, മാറാവ്യാധികൾ, ഭ്രാന്ത് തുടങ്ങി ഏതും ഏറുവാടി ദർഗാ ശരീഫിൽ വെച്ചും സുഖപ്പെട്ട് മടങ്ങുന്നു. അപ്പൊ എന്തിനാ ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്? ആ ഷെയ്ഖിനോട് രോഗം മാറാൻ വേണ്ടി ആവശ്യപ്പെടാൻ, അവിടെ പോയി ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാൻ. അതിന്റെ പേരാ സഹോദരങ്ങളെ ശിർക്ക്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ പരിചയപ്പെടുത്തി. അന്നത്തെ രാജാവിന്റെ മുമ്പിൽ ആരാ റബ്ബ്? വൈദാ മരിദതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവനാ എന്റെ റബ്ബ്. ഇബ്രാഹിം നബിക്ക് മുമ്പ് നബിമാരെ കഴിഞ്ഞു പോകാഞ്ഞിട്ടാ? നബിമാരുടെ ഖബറില്ലാഞ്ഞിട്ടാ? അല്ല. പക്ഷേ ഖബറിങ്കൽ ചെന്ന് ഖബറാളിയോട് പ്രാർത്ഥിക്കുക എന്നുള്ള സംസ്കാരം അത് ജൂതന്റെ സംസ്കാരമാണ്. ഖബർ കെട്ടിപ്പൊക്കുക എന്നുള്ള സംസ്കാരം ജൂതന്റെ സംസ്കാരമാണ്. അതുകൊണ്ടാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ചൂണ്ടിട്ട് നനയ്ക്കുകയാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ചെവികൾ അടുപ്പിച്ചു. തന്റെ പ്രവാചകൻ അവസാന സന്ദർഭത്തിൽ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ. എന്താ പ്രവാചകൻ പറഞ്ഞിരുന്നത്? ഖാത്തലല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂതന്മാരെ ശപിച്ചിരിക്കുന്നു, നസ്വാറാക്കളെ ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഇ മസാജിദ, അംബിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റി. ആ പണിയാ ഇന്ന് നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ് ഞങ്ങൾ പറയുന്നത്, അത് ശരിയാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത്. തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരൂ, ആയത്തുമായിട്ട് ഹദീസുമായിട്ട് അറിവുള്ളവർ വരട്ടെ, കിതാബുകളുമായി വരട്ടെ. പ്രവാചകൻ എത്രമാത്രം വ്യക്തമാക്കി പറഞ്ഞ വിഷയമാണത്. ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, അത് 10 കിതാബിലില്ല വിഷയം, തുഹ്ഫയിലില്ല വിഷയം. ഖബർ കുമ്മായം ഇടാൻ പാടില്ല, സിമന്റ് പൂശാൻ പാടില്ല. ഇമാം ഷാഫി എത്ര പറഞ്ഞു, ഇമാം നവവി എത്ര പറഞ്ഞു ഖബറിനെതിരെ. പക്ഷേ ആ സംസ്കാരം ഇവിടെ കൊണ്ടുവന്നാലേ ചില ആളുകൾക്ക് അത് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് ഗൗരവത്തോടു കൂടി ഓർക്കണം. എന്താണെന്നറിയോ? അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ് 2 വിഭാഗം ആളുകളെയാ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ് 2 വിഭാഗം ആളുകളെയാണ്. ആരാണവർ? ഒന്ന്, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ. അപ്പൊ അവർ എത്രമാത്രം വൃത്തികെട്ടവരായിരിക്കും എന്നറിയാലോ? ഈമാനില്ലാത്ത, അള്ളാഹ് പോലും പറയാത്ത ആളുകളായിരിക്കും അവരുന്ന. അവരുമായി ചേർത്തിക്കൊണ്ട് ആരെയാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ? ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ആളുകൾ. അല്ലേ? ഖബറിന്റെ മുമ്പിൽ സുജൂദ്, അവിടെ പോയിട്ട് തവാഫ്, അവിടുത്തെ എണ്ണ കുടിക്കുക, അവിടെ നിലവിളക്ക്. എന്തിനാണോ മുസ്ലിമെ ഖബറിന് നിലവിളക്ക്? ഹൈന്ദവ സഹോദരന്മാർ അവരുടെ വിശ്വാസപ്രകാരം വൈകുന്നേരം ആകുമ്പോൾ വീടിന്റെ മുമ്പിൽ ചിലപ്പോൾ തൂക്കുവിളക്കുണ്ടാവും, ചിലപ്പോൾ നിലവിളക്കുണ്ടാവും, പല തട്ടുള്ള വിളക്കുണ്ടാവും. അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നിനക്കെന്തിനാ മുസ്ലിമേ? നിനക്ക് പ്രമാണമില്ലേ? നിനക്ക് മാനദണ്ഡമില്ലേ? നിനക്ക് അടിസ്ഥാനമില്ലേ? നിനക്ക് പരലോകമില്ലേ? നിനക്ക് ഈമാനില്ലേ? ഖബറിന്റെ മുമ്പിൽ സ്ഥാപിച്ചു വെച്ച വലിയ നിലവിളക്കിൽ എണ്ണ നേർച്ചയാക്കാനും ആ എണ്ണയുടെ തിരിപോയി കത്തിക്കാൻ, ആ എണ്ണ എടുത്ത് കുടിക്കാൻ ഏത് ഇസ്ലാമാണിത്? ജൂതായിസമല്ലാതെ, നസാറാക്കളുടെ സംസ്കാരമല്ലാതെ, ഷിയാക്കളുടെ വിശ്വാസമല്ലാതെ സുന്നത്തെ മാത്രവുമായിട്ട് ബന്ധമില്ല. ഇത് ഗൗരവമുള്ള വിഷയം, ഗൗരവത്തിൽ തന്നെ പറയേണ്ടി വരും. കാരണം ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് സാധാരണക്കാർക്ക് ഇത് ബോധ്യപ്പെടുക. അപ്പോഴാ മുസ്ലിയാക്കന്മാർ അടുത്ത ക്ലിപ്പേറ്റ് വരും. ISISന്റെ ആളുകളാണ്, അതേ രക്ഷയുള്ളൂ. ആ നുണയും പടായും പറഞ്ഞു നടക്കല് തെളിവില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആരും മത്സരിക്കാനോ തർക്കിക്കാനോ ഒന്നുമല്ല. ഈ ദീൻ നിങ്ങൾ പഠിക്കണം. നാളെ റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്രയിൽ തനിച്ചായിരിക്കും വരിക. അതുകൊണ്ട് ഉള്ളതുപോലെ പഠിക്കുക. ഔലിയാക്കന്മാരുണ്ട്, കറാമത്തുണ്ട്, മുഅ്ജിസത്തുണ്ട്, ശഫാഅത്തുണ്ട്, ഖബറുണ്ട്, സിയാറത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ശിർക്കില്ല. അത് ഞങ്ങൾ പറയുന്നുള്ളൂ. അത് വെച്ച് ബിദ്അത്ത് ചെയ്യരുത്, അത് വെച്ച് ശിർക്ക് ചെയ്യരുത്, അത് വെച്ച് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ ചൂഷണം ചെയ്യരുത്. ജനങ്ങളെ, സാധാരണക്കാരെ, നിങ്ങളും ഈ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. ഇന്ന് നമ്മൾ മരിച്ച് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കടത്തുമ്പോ ആരും വരൂല, ഒരു തലകെട്ടൊപ്പം ഉണ്ടാവൂല. മയ്യത്ത് കട്ടിൽ നമ്മൾ വഹിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോ ആരുമില്ല കട്ടിൽ കയറി കിടക്കാൻ.
ഖബറെന്ന 6 അടി മണ്ണിൽ നമ്മളെ വെച്ചുകൊണ്ട് നാട്ടുകാരും അയൽവാസികളും കുടുംബക്കാരും തിരിച്ചു പോന്നാൽ മൻ റബ്ബുക എന്ന ചോദ്യം വരുമ്പോ ബദരീങ്ങളെയും മുഹ്യിദ്ദീൻ ശൈഖിനെയും അടിച്ചുപോയ മഹാത്മാക്കളെയും വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾക്ക് മറുപടി പറയാൻ കഴിയില്ല. അല്ലാഹ് എന്നുള്ള പേര് ഈ ദുനിയാവിൽ കേട്ടവർക്കൊക്കെ മറുപടി പറയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ അല്ലാഹ് എന്നുള്ള പേര് കേൾക്കാത്ത ആരാണുള്ളത്? എല്ലാ മതവിശ്വാസികളും അല്ലാഹ് എന്നുള്ള പേര് കേട്ടവരല്ലേ? ആ റബ്ബിൽ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ച്, ആ റബ്ബിന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ച്, ആ റബ്ബിന്റെ ഉലൂഹിയത്ത് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അങ്ങനെ വല്ലവനും ജീവിച്ചാൽ അവനെ ആ ഖബറിൽ നാളെ മറുപടി പറയാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുണ്ട്, പ്രവാചകൻ ചര്യയുണ്ട്, പ്രവാചകൻ ആചാരങ്ങളുണ്ട്, പ്രവാചകൻ അനുഷ്ഠാനങ്ങളുണ്ട്. അതനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രമേ ആ പ്രവാചകനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോ നാളെ ഖബറിൽ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശിർക്കില്ലാത്ത ജീവിതം വേണം, ബിദ്അത്തില്ലാത്ത ജീവിതം വേണം. എന്തേ മാർഗം? ആരുടെയെങ്കിലും വാക്കുകളല്ല, കാലക്കീലകളല്ല, ആ ഹോജ പറഞ്ഞു ഈ ഹോജ പറഞ്ഞു എന്നല്ല, കാലങ്ങളായി നാട്ടിൽ ഇങ്ങനെയാണ് എന്നല്ല, ഇവിടുത്തെ ഖത്തീബ് അങ്ങനെ പറഞ്ഞു എന്നല്ല, ഈ മഹലിൽ അങ്ങനെയാണ് എന്നല്ല, നേരെ മറിച്ച് തറക്കത്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ. സുന്ദരമായ ഒരു നീർപ്പാതയിൽ ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നു. അതിന് പഴച്ചാൽ അവൻ നശിച്ചത് തന്നെ. അത് പഴക്കാതിരിക്കാനുള്ള മാർഗം എന്താ? തറക്തു ഫീകും അംറൈൻ ലം തദല്ലു മാ തമസ്സകതും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി. എന്റെ സുന്നത്തും അല്ലാഹുവിന്റെ വേദഗ്രന്ഥവും, അത് രണ്ടുമല്ലവനെ മുറുകെ പിടിച്ചാൽ ഒരിക്കലും പിഴക്കില്ല. ആ ഖുർആനും സുന്നത്തും അത് ആദ്യമായി കേട്ട് മനസ്സിലാക്കിയ സ്വഹാബികൾ വിശ്വസിച്ച പോലെ, അവരെ കണ്ടുപിടിച്ച താബിഈങ്ങൾ വിശ്വസിച്ച പോലെ, അവർ എങ്ങനെ മനസ്സിലാക്കിയോ, എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ മനസ്സിലാക്കി വിശ്വസിച്ച് ജീവിച്ചാൽ ഇഹലോകവും രക്ഷപ്പെടും, നാളെ പരലോകവും രക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനും സത്യത്തോടുകൂടി ഈമാനിൽ ഉറച്ചുകൊണ്ട് മരിക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, ഈ കടമ്പഴിപ്പുറത്ത് ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി. പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന എന്ന വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിലും കാലാവസ്ഥയിലും മുസ്ലിമീങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വിഷയാവതരണം ഉണ്ടാകേണ്ടതുണ്ടോ എന്നൊക്കെ സംശയിക്കുന്ന ആളുകൾ എമ്പാടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച സന്ദർഭത്തിലും ഏറെ പതിതാവസ്ഥയിലായിരുന്നു. അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം പഠിപ്പിച്ചുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുത, ഏത് കാലഘട്ടത്തിലെയും മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തും ഔന്നിത്യവും ഉണ്ടാകണമെങ്കിൽ വിശ്വാസരംഗത്തുള്ള തകരാറുകൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയും വിശ്വാസ വിമലീകരണത്തിലൂടെ ശരിയായ വിശ്വാസത്തിന്റെ ഉടമകളായി എന്നാണോ മുസ്ലിമീങ്ങൾ മാറുന്നത്, അന്നാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത ഔന്നിത്യം ലഭിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പഠിപ്പിച്ചത്. വിശ്വാസികളായ സൽക്കർമ്മം ചെയ്തിട്ടുള്ള വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനം
മുൻപ് കഴിഞ്ഞുപോയ വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ എപ്രകാരമാണോ അള്ളാഹു പ്രാതിനിധ്യം നൽകിയത്, അതേപോലെ വിശ്വാസികൾക്ക് അള്ളാഹു പ്രാതിനിധ്യം നൽകും. അവരുടെ മതത്തിനെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ അവർക്ക് സ്വാധീനം നൽകുകയും ചെയ്യും. അവർക്ക് നിർഭയത്വത്തിന് ശേഷം, ഭയചകിതമായ അവസ്ഥയ്ക്ക് ശേഷം നിർഭയത്വം നൽകുകയും ചെയ്യും. എങ്ങനെയുള്ളവരായിരിക്കണം അവർ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ. അവർ എന്നെ മാത്രം ആരാധിക്കുകയും എന്നെ ആരാധിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം തിരിച്ചു വരുമ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ വഅദ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കുക. എന്നതുകൊണ്ട് തന്നെ പാരത്രികമായ വിജയത്തോടൊപ്പം ഐഹിക ലോകത്തും ഔന്നിത്യവും ഉയർച്ചയും ഉണ്ടാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരോ വിശ്വാസിയും സ്വീകരിക്കുകയും കൊള്ളുകയും ചെയ്യണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഏറ്റവും മർമ്മമായ ഭാഗമാണ് ഇവിടെ അവതരിപ്പിച്ചത്. പ്രാർത്ഥനയാണ് ആരാധനയുടെ മജ്ജ. ആ പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്നൊരു തത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോവുകയല്ല ചെയ്തത്, മറിച്ച് അതിന്റെ പ്രായോഗികമായ എല്ലാ വശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വീണ്ടും കിടന്നുറങ്ങുന്നത് വരെയുള്ള ഏതേത് ഘട്ടങ്ങളിലെല്ലാം പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളുണ്ടോ, ആ സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിവിധങ്ങളായ പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. സത്യവിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകൾ അഖിലവും റബ്ബിനോട് മാത്രമാണ് എന്നതാണ് വസ്തുത. റബ്ബിന് പുറമെ മറ്റൊരാളോടുമുള്ള ഒരു തേട്ടവും വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ട വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ പഠിപ്പിച്ചപ്പോൾ റബ്ബി അല്ലാഹുമ്മ റബ്ബന എന്നിങ്ങനെയല്ലാതെ മരണപ്പെട്ടു പോയ അംബിയായിനെ വിളിച്ചുകൊണ്ടോ, മരണപ്പെട്ടു പോയ ഔലിയായിനെ വിളിച്ചുകൊണ്ടോ, പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടോ, ഔലിയാക്കന്മാരോട് തേടിക്കൊണ്ടോ ഉള്ള ഒരൊറ്റ പ്രാർത്ഥനയും വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളിലോ കാണാൻ സാധ്യമല്ല. എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ അദ്ദുആഹു വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആ ആരാധന റബ്ബിന് മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ എന്ന് സലക്ഷ്യം മുജാഹിദുകൾ ഏത് പ്രദേശത്തും വളരെ ഗൗരവത്തോടുകൂടി മൗലികമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം ശരിയായാൽ മാത്രമേ യഥാർത്ഥത്തിൽ ദുനിയാവിലും പരലോകത്തും നമുക്ക് നേട്ടം കൊയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് സംശയങ്ങൾ തീർക്കുവാനുള്ള ഈ അവസരത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയുവാനുള്ളത്. ആർക്കും ചോദ്യങ്ങൾ ഉന്നയിക്കാം, മാന്യമായ രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഒരാൾക്ക് ഇത്ര ചോദ്യമെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പരിപാടിയിലും നിബന്ധന വെക്കാറില്ല. സമയത്തിന്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള ആളുകൾക്ക് കടന്നു വരികയും അവർക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ സീറ്റിൽ ഇരുന്നു കൊണ്ട് മാന്യമായ ഭാഷയിൽ ഈ ഒരു വിജ്ഞാനവേദിയുടെ അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള ആളുകൾക്ക് കടന്നു വരാവുന്നതാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്. ഇത് പരിപാടി ഏതെങ്കിലും രൂപത്തിൽ മോശമാക്കണമെന്നോ അത് കുളമാക്കണമെന്നോ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും എന്നാണ് നമുക്ക് ആമുഖമായി പറയാനുള്ളത്. അപ്പോ ചോദ്യം ചോദിക്കാനുള്ള ആളുകൾക്ക് കടന്നു വരാം, അവർക്ക് പിന്നെ ഈ സീറ്റിൽ ഇരിക്കാം. അതിനു മുമ്പ് ഇവിടുത്തെ ഒരു സുന്നി പ്രവർത്തകൻ നമ്മളോട് എഴുതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതിവിടെ വായിക്കുകയാണ്. മുജാഹിദ് വിശ്വാസം അനുസരിച്ച് ഖബറിൽ മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തി ഒന്നും കേൾക്കുകയില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പിന്നെ എന്തിനാണ് ഖബറിൽ പോയി നിങ്ങൾ സലാം പറയുന്നത്?
മരിച്ച് കേൾക്കാൻ കഴിയാത്ത വ്യക്തിയോട് എന്തിനു സലാം പറയണം എന്നൊരു സുന്നി പ്രവർത്തകൻ കടമ്പഴിപ്പുറം എന്നാണ് നമുക്ക് എഴുതി കിട്ടിയിട്ടുള്ള ഈ ചോദ്യത്തിലുള്ളത്. ആ ചോദ്യത്തിന്റെ മറുപടി ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി വിശദീകരിക്കും. അതിനു ശേഷം ചോദ്യകർത്താക്കൾക്ക് ആർക്കും കടന്നു വരാം. നിയതമായ ഇവിടുത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. അള്ളാഹു ഈ ഒരു പ്രോഗ്രാം അവന്റെ ദീനിനെ ശരിയായ രൂപത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു പരിപാടിയായി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സാധാരണക്കാരനായ ആളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമെന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ ചോദ്യമായി എഴുതി കൊടുത്തയച്ചിരിക്കുന്നത്. ഉത്തരം പറയുന്നതിന് മുമ്പായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നേർക്കുനേരെ വന്ന് ചോദിക്കലാണ് കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും അഭികാമ്യം. എങ്കിൽ മറുപടി കേട്ട് കഴിയുമ്പോൾ ക്ലിയർ ആവാത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് വീണ്ടും ചോദിക്കുവാനുള്ള ഒരു അവസരം ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും മരിച്ചുപോയ ആളുകളോട് സലാം പറയുന്നില്ലേ, അവരൊന്നും കേൾക്കുകയില്ലെങ്കിൽ പിന്നെ ആ സലാമിന് എന്താണ് പ്രസക്തിയുള്ളത് എന്നാണ്. മരിച്ചുപോയ ആളുകൾ ഈ ദുനിയാവിലെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി അവർ ബർസഖി ലോകത്തേക്ക് മാറുകയാണ്. ആ ബർസഖി ലോകത്ത് അവർക്ക് കാഴ്ചയും കേൾവിയും അതേപോലെ രക്ഷയും ശിക്ഷയും അനുഭൂതികളും സന്തോഷങ്ങളും എല്ലാം ഉണ്ടാകുമെന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ലോകത്ത് അവർക്ക് പല അനുഭവങ്ങളുമുണ്ട്. അവർ ഒരുപക്ഷെ സ്വർഗീയ അനുഭൂതികൾ അനുഭവിക്കുന്നുണ്ടാകാം. അതല്ലെങ്കിൽ നരകത്തിന്റെ ഭയാനകമായ കാഴ്ചകളും അതിന്റെ അനുഭൂതികളുമൊക്കെ അവർ ശിക്ഷയായി അനുഭവിക്കുന്നുണ്ടാവാം. ആ നിലക്കൊക്കെയുള്ള അനുഭവങ്ങൾ അവർക്ക് അവിടെയുണ്ട്. എന്നാൽ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവർ അറിയുമെന്നോ അതിൽ ഇടപെടുമെന്നോ ഇവിടുന്നുള്ള വിളികളും ചോദ്യങ്ങളും ഒക്കെ അവർ അറിയുമെന്നോ പറയാൻ പ്രമാണങ്ങളിൽ നമുക്ക് ന്യായങ്ങൾ കാണുന്നില്ല. സലാം പറയുക എന്നത് അവർക്ക് വേണ്ടി റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. സലാമുൻ അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ എന്നത് അവരോടുള്ള തേട്ടമല്ല, അവർക്ക് വേണ്ടി റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ്. റബ്ബിന്റെ രക്ഷയുണ്ടാകുവാനും റബ്ബിൽ നിന്നുള്ള ആഫിയത്ത് അവർക്ക് ലഭിക്കുവാനും ഒക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, റബ്ബിനോടുള്ള ദുആയാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ളത്. ഒരു അഭിസംബോധന ശൈലിയിൽ പ്രയോഗിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അവർ അത് കേൾക്കുമെന്നോ സലാം പറയുന്ന ആളെ അവരറിയുമെന്നോ അതൊക്കെ മനസ്സിലാക്കുമെന്നോ എന്നൊന്നും പറയാൻ നമുക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സാധ്യമല്ല. ഒരാൾ സലാം പറഞ്ഞാൽ ഇന്നാൾ സലാം പറഞ്ഞു, ആ പറഞ്ഞ ആൾ ഇന്നാളാണ് എന്നൊക്കെ അയാളുടെ പേരും അഡ്രസ്സും അറിയുക, അയാളെ കുറിച്ച് അറിയുക, ആ ദുന്യാവിലെ കാര്യമൊക്കെ ഓർമ്മയാവുക, അങ്ങനെയൊന്നും ഒരു കബറാളിക്ക് ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പറയാൻ പ്രമാണങ്ങൾ നമ്മളൊക്കെ അന്വേഷിച്ചിടത്തോളം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് അയാൾക്ക് വേണ്ടിയുള്ള തേട്ടമാണ് റബ്ബിനോട് അവിടെ നിർവഹിക്കപ്പെടുന്നത്. എന്നാൽ പിന്നെ ഒരു അഭിസംബോധനയിൽ ചന്ദ്രൻ കേൾക്കുമെന്നോ ചന്ദ്രൻ അറിയുമെന്നോ എന്നൊന്നുമുള്ള വിശ്വാസം അതിന് പിറകിൽ ഇല്ലല്ലോ. അതേപോലെ നമ്മുടെ നാടുകൾ സാധാരണ ഷാഫി മദ്ഹബ് പ്രകാരം ഫിഖ് പഠിക്കുന്ന മനുഷ്യന്മാര് പറഞ്ഞു പഠിപ്പിക്കാറുള്ളത്, ബാങ്ക് കേൾക്കുമ്പോൾ സുബഹിയുടെ ബാങ്കാണെങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ സ്വദഖത വ ബരിർത എന്ന് പറയണമെന്നാണ് പഠിപ്പിക്കാറുള്ളത്. ഹദീസ് പ്രകാരം അങ്ങനെ ഒരു പദം സ്വഹീഹായ റിപ്പോർട്ടുകളിൽ
സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അവിടെയും അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നാൽ ചില മദ്ഹബി ഗ്രന്ഥങ്ങളിൽ ആ നിലക്ക് അധ്യാപനമുണ്ട്. അതെന്തോ ആവട്ടെ, നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും അങ്ങനെ പറയുന്നു. വാങ്ങി കേൾക്കുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് മുഅല്ലിൻ വിളിച്ചു പറയുമ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന നാട്ടിൽ പല ആളുകളും അവനവന്റെ വീട്ടിൽ കിടന്നുകൊണ്ട് ഈ ബാങ്കിന് ഉത്തരം ചെയ്യുമ്പോൾ സ്വദഖ്ത, നീ സത്യം പറഞ്ഞു, വബരുർത, നീ പുണ്യവാനായി എന്ന് മുഅല്ലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നു. അത് പള്ളിയിലെ മുല്ലാക്ക് കേൾക്കുന്നു, അയാൾ അറിയുമെന്നോ അയാൾ അത് അറിയാൻ വേണ്ടിയാണ് എന്നോ ഒന്നും ആരും വാദിക്കയില്ലല്ലോ. അതുകൊണ്ട് ഒരു വിളിയുണ്ട് എന്നതിനപ്പുറത്ത് അവരത് കേൾക്കുമെന്നോ അവർക്ക് ആ നിലക്കുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നോ പറയാൻ പ്രമാണങ്ങളെ പിൻബലമില്ല. എന്നാൽ അവർക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കലാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ നടക്കുന്നത് എന്നതാണ് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും കാര്യങ്ങളെ വ്യക്തമായി ഗ്രഹിക്കുവാൻ നമ്മളൊക്കെ ഈ നിലക്കുള്ള അവസരങ്ങളും അല്ലാത്ത അവസരങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി സൂചിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരിട്ട് ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചോദ്യകർത്താവ് സ്വയം പരിചയപ്പെടുത്തിയാൽ ഉപകാരമാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി ഫൈസീന ബില്ലാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്ദുൽ അസീസ്. പിന്നെ ഇവിടുത്തെ സുന്നി പ്രവർത്തകർ, ഞാനും സുന്നി പ്രവർത്തകനാണ്. ഇവർ കത്തിന് മറുപടി തന്നില്ല എന്നതിൻ്റെ പേരിൽ ചോദിക്കുന്നില്ല, ബഹിഷ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവിടുത്തെ പ്രവർത്തകർ വീണ്ടും വീണ്ടും വന്ന് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നതെന്ന് ആത്മാർത്ഥമായി പറയുന്നു. ചോദ്യം ഇതാണ്. പിന്നെ നമ്മുടെ ഫദലുൽ ഹക്ക് ഉമരി അദ്ദേഹം ഗൈബ് അല്ലാഹു അല്ലാത്തവർക്ക് അറിയുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. അങ്ങനെ പറഞ്ഞു. അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് അദ്ദേഹത്തോടാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഇനി ഫൈസൽ മുസ്ലിയാർ പറയുന്നതിനെ കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. സൂറത്തുൽ ജിന്നിലെ 26-ാമത്തെ ആയത്ത് ഞാൻ ഓതിപ്പിക്കാം. ഇത് പരിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ ജിന്നിലെ 26-ാമത്തെ ആയത്ത്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ. അതിനുശേഷം 27-ാമത്തെ ആയത്തിൽ പറയുന്നത് ഇവിടെ ഖുർആൻ അഥവാ ഗൈബ് അല്ലാഹു അല്ലാത്തവർക്ക് അറിയൽ ശിർക്കാണ് എന്ന് പറഞ്ഞതിന് ഘടകവിരുദ്ധമായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം ആയത്ത്. എന്താണ് ആയത്ത്? ഇല്ലാ മനിർതലാ മിർ റസൂൽ, ഇല്ലാ മനിർതലാ മിർ റസൂൽ. ഇതിന്റെ അർത്ഥം പറയാൻ വേണ്ടി ഞാൻ ഫദലുൽ ഹക്ക് ഉമരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരന്റെ ചോദ്യം സൂറത്തുൽ ജിന്നിലെ 26-27 ആയത്തുകളുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മറുപടി ആര് പറയണം എന്നുള്ളത് ഉള്ള സ്വാതന്ത്ര്യം അങ്ങക്ക് വിട്ടു തന്നാൽ പോരെ? ഇൻഷാ അല്ലാഹ് അതിന് മറുപടി നിങ്ങൾക്ക് തരും. അതിന്റെ അർത്ഥം പറയും. അത് ഫദലുൽ ഹക്ക് ഉമരി പറഞ്ഞാലും ഫൈസൽ മൗലവി പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യവും വസ്തുത ബോധ്യപ്പെട്ടാൽ മതി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് ഫദലുൽ ഹക്ക് ഉമരി തന്നെ അതിന്റെ അർത്ഥം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം സവിശേഷതയിൽപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് ഗൈബിയായ കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അത് അള്ളാഹു അല്ലാത്ത മറ്റുള്ള വല്ല ആളുകൾക്കും അറിയാമെന്ന് വിശ്വസിച്ചാൽ ആ വ്യക്തിയെ അള്ളാഹുവിനെ ആ വിഷയത്തിൽ പങ്കുചേർക്കലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ വിശദീകരിച്ചതിന്റെ ചുരുക്കം. കാരണം റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം, റബ്ബിന്റെ മാത്രം കുദറത്തിൽപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഗൈബ് അറിയുക എന്നുള്ളത്. കാര്യകാരണങ്ങളൊന്നുമില്ലാതെ, പരിധികളില്ലാതെ എല്ലാം കാണാനും എല്ലാം അറിയാനും ആ നിലക്ക് മനസ്സിലാക്കുവാനുമുള്ള കഴിവ് അത് റബ്ബിനെ ഉള്ളൂ. അതിന് ഗൈബിയായ അറിവ് എന്ന് പറയും. ആ ഗൈബ് കാണാനും അറിയാനും ലോകത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സാധ്യമല്ല. ഇനി ഇവിടെ പരാമർശ വിഷയം എന്താണ്? സൂറത്തുൽ ജിന്നില് അള്ളാഹു തആല പറയാണ്, അള്ളാഹുവിന്റെ വിശേഷം പറഞ്ഞുകൊണ്ടാ പറയുന്നത്. ആലിമുൽ ഗൈബി, അള്ളാഹു തആല ഗൈബ് അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ.
തന്റെ ആ ഗൈബ് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ലാ മനിർതലാ മിർ റസൂലിൻ, താൻ ഇഷ്ടപ്പെട്ട നബിമാർക്കല്ലാതെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ഗൈബിയായ കാര്യം മറ്റുള്ള ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുത്താൽ പിന്നെ ഗൈബ് എന്ന് പറയില്ല. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറയുന്നിടത്തൊക്കെ ഇപ്പൊ സക്കരിയ നബി മറിയം ബീവിനെ വളർത്തിയ രംഗവും അതുപോലെ ഈസാ നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, പ്രവാചകരെ ഇതൊന്നും നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ദാലിക മിൻ അംബാഇൽ ഗൈബി, ഇതൊക്കെ ഗൈബിയായ വിഷയങ്ങളാണ്. പിന്നെ എങ്ങനെയാ നിങ്ങളത് അറിഞ്ഞത്? അല്ലാഹു തആല നിങ്ങൾക്ക് വഹി നൽകി. അപ്പൊ അല്ലാഹു തആല വഹി നൽകിയാൽ ആ കാര്യങ്ങൾ അറിയും. ഇന്ന് ഞാനിത് പറയാനുള്ള കാരണം എന്താ? മുഹയ്യദ്ദീൻ ശൈഖ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നമ്മുടെ കൽബകത്തുള്ളത് കാണുമെന്നാണ്. ഇവിടെ എവിടെയാണ് മുഹയ്യദ്ദീൻ ശൈഖിന് അല്ലാഹു തആല ഗൈബിലുള്ള വിഷയം, വഹിയിലുള്ള വിഷയം അറിയിച്ചു എന്ന്? ഇവിടെ ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താ? അല്ലാഹു തആല പ്രകടിപ്പിക്കുന്ന, അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ അറിയും. അങ്ങനെ അറിയിച്ചു കൊടുത്താൽ പിന്നെ ആ വിഷയം എന്തല്ല, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബാവുകയില്ല, അല്ലാഹു തആല അറിയിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ വേറെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് അത്ര ധൃതിയിൽ പോകാൻ പറ്റില്ലല്ലോ. ഈ ആയത്ത് വെച്ചിട്ടാണ് നിങ്ങളുടെ മദ്രസകളില് 5ാം ക്ലാസ്സിലെ അഖീദയില് നിങ്ങൾ എന്ത് ചെയ്തത്? ഇവിടെ തിരുമറി നടത്തിയത്. ഈ 2 ആയത്താണ് ഇവിടെ. 2 ആയത്തിലെ ഒരു ഭാഗത്തെ മുറിച്ചിട്ട് മറ്റൊന്നിലേക്ക് ചേർത്തിയിട്ട് ആയത്തിന്റെ അർത്ഥം, ആദ്യം അർത്ഥം ഫുള്ള് കേൾക്കുക, എന്നിട്ട് ഇവര് കൊടുത്ത അർത്ഥം കൂടി കൂട്ടത്തിന് മനസ്സിലാക്കുക. ചോദിച്ചത് കൊണ്ട് അതുകൂടി ജനങ്ങൾ പഠിക്കണല്ലോ. അതിനു വേണ്ടി എന്താണെന്നറിയോ? ആലിമുൽ ഗൈബി, അല്ലാഹ് ഗൈബ് അറിയുന്നവനാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, ആ ഗൈബ് അല്ലാഹു തആല ആർക്കും അറിയിച്ചു കൊടുക്കുകയില്ല. ഇല്ലാ മനിർതലാ, അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ. എന്നിട്ട് ആയത്ത് അവിടെ മുറിച്ചു. മുമ്പ് പറഞ്ഞ ആയത്തിലേക്ക് ഈ ആയത്തിലെ ഇല്ലാ മനിർതല എന്നുള്ള കഷ്ണത്തെ മുറിച്ചിട്ടാണ് ചേർത്തി കൊടുത്തു. ഇത് എന്തിനാ അവിടെ ആ കൈക്രിയ നടത്തിയെന്ന് അറിയോ? ഔലിയാക്കന്മാർക്കൊക്കെ ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്ന വിശ്വാസം ഈ പിഞ്ചു പൈതങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാന്റെ കലാമിന് കൃത്രിമം നടത്തിയിട്ടാണ് മദ്രസയിൽ പോലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. അവിടെ ഇല്ലാ മനിർതല എന്ന് പറഞ്ഞിട്ട് ശേഷം മിർ റസൂൽ, ഇല്ലാ മനിർതല കൊണ്ട് അവസാനിക്കുന്ന ആയത്തില്ല എന്ന് പറഞ്ഞത്. ഖുർആനിൽ ആയത്തില്ല എന്നല്ല, ഇല്ലാ മനിർതല, ആ അല്ല തൃപ്തിപ്പെടുന്നവർ ഒഴികെ എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിക്കുന്നില്ല. ആ പദം കൊടുത്തിട്ട് നിങ്ങൾ നമ്പർ കൊടുത്തത് 27. അതല്ല അവസാനിക്കുന്നത്. 27 അവസാനിക്കുന്നത് ഇല്ലാ മനിർതലാ മിർ റസൂൽ, അവൻ തൃപ്തിപ്പെടുന്ന നബിമാർക്ക് വഹി അറിയിച്ചു കൊടുക്കുമെന്നാണ് ആ പറഞ്ഞത്. അവൻ ആ പറഞ്ഞതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി വിഷയത്തിൽ നൽകുന്നതാണ്. അൽഹംദുലില്ലാ. അപ്പൊ ഖുർആനിൽ തിരുമറി നടത്തിയത് ആരാന്ന് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ലാ ഇലാഹ എന്ന് പറഞ്ഞ ഒരാൾ നിർത്തി. ലാ ഇലാഹ ഒരു ആരാധ്യനും ഇല്ല, ഇല്ലല്ലാ പറഞ്ഞില്ല, അല്ലാഹു അല്ലാതെ. ഇവിടെ ലാ വെച്ചതിന് ശേഷം ഇല്ലാ ലിമനിർതല, അല്ലാഹു ഉദ്ദേശിച്ച ഇല്ല. 2ാമത്തെ ആയത്ത് ഞാനാണോ കട്ടത് നിങ്ങളാണോ കട്ടത്? 2ാമത്തെ ആയത്ത് നിങ്ങൾ ഓതിയില്ല, ഇപ്പോഴാണല്ലോ ഓതിയത്. നേരത്തെ ഗൈബ് അല്ലാഹു അല്ലാത്തവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ അറിയിച്ചു കൊടുത്താൽ അറിയുമെന്ന് വന്നല്ലോ. അൽഹംദുലില്ലാ, അതേ വേണ്ടുള്ളൂ, അത്രേ വേണ്ടുള്ളൂ. ഇനി അപ്പൊ ഒരാൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ അത് അറിയില്ല എന്ന് നമ്മൾ വാദിച്ചിട്ടില്ലല്ലോ. ഇവിടെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല ആയത്തുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിത്തന്നത് എങ്ങനെയാ? അത് വഹയല്ലേ? ഹാറൂൻ നബിയുടെ കാലഘട്ടത്തിലും മൂസാ നബിയുടെ കാലഘട്ടത്തിലും സക്കരിയ നബിയുടെ കാലഘട്ടത്തിലും ആദം നബിയുടെ കാലഘട്ടത്തിലും സ്വർഗത്തിലൊക്കെ വെച്ചുണ്ടായ സംഭവ വികാസങ്ങൾ മുഴുവൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ഖുർആനിലൂടെ നമ്മൾ എങ്ങനെയാ അറിഞ്ഞത്? അത് വഹയല്ലേ? അത് ഗൈബിയായ കാര്യമല്ലേ? അപ്പൊ ഗൈബിയായ കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുത്താൽ അത് അറിയില്ല നമ്മളാരും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ നിങ്ങളുടെ വാദം എന്താ? ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ബുർദ മജ്ലിസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് കടന്നുകൊണ്ട് കാണുന്നു, അല്ലാഹു റസൂലെ നിങ്ങൾ കാണുന്നില്ലേ എന്ന വിശ്വാസം ശിർക്കാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. അവിടെ നമ്മൾ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. അല്ലാഹു തആല ആ ഗൈബ് അല്ലാഹു അല്ലാതെ ആർക്കും അറിയുകയില്ല എന്ന് പറയുമ്പോൾ ആയത്തോതി അടുത്ത ശേഷം ഇല്ലാ മനിർതല എന്ന് മാത്രമല്ല, വിശദീകരിക്കട്ടെ, ഇല്ലാ മനിർതലാ മിർ റസൂൽ എന്നുണ്ട്. അതിന് ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. അപ്പോഴേ നിങ്ങൾക്കത് പൂർത്തിവെച്ചെന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അല്ലാഹു തആല അമ്പിയാക്കന്മാർക്ക് വഹി അറിയിക്കൂല, ഗൈബിയായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കൂല എന്ന വാദം ഇവിടെ വെച്ച് സമർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഞാനത് പൂർത്തിവെച്ചു. അങ്ങനെ വാദം ഞങ്ങൾക്കില്ല. അത് വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല, മറിച്ച് ഗൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹ് മാത്രമാകുന്നു. അത് പറയാനാണ് അത് വിശദീകരിച്ചത്. ഔലിയാക്കൾക്ക് അല്ലാഹു തആല ഗൈബിയായ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കൂല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഏതായാലും ഉമരയുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി വിശദാംശങ്ങളാണല്ലോ. അതിനിപ്പോ ഉമരി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ താഴെയുള്ള ഞാൻ തന്നെ മതി. ആ നിലക്കാണ് ഞാൻ കയറുന്നത്.
ഏതായിരുന്നാലും ഇവിടെ അല്ലാഹു തആല ആർക്ക് അറിയിച്ചു കൊടുത്തോ ഓൽക്കത് അറിയും. അത് നബിയോ വലിയോ ഞാൻ അല്ലാത്തവനോ ചിലതോ നബിക്കും അറിയിച്ചു കൊടുക്കൂല, അത് നബിക്കും അറിയൂല. അല്ലാഹു തആല ചില ഗൈബുകൾ അംബിയാവിനും അറിയിച്ചു കൊടുക്കും. മഫാത്തിഹുൽ ഗൈബ് എന്ന് പറഞ്ഞ വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹു ഇല്ലാ ഹു എന്ന് പറഞ്ഞ ഗൈബുണ്ട്. അത് അല്ലാഹു പ്രവാചകന്മാർക്കും അറിയിച്ചു കൊടുക്കും. ചിലത് അല്ലാഹു തആല പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കും. ചിലത് ആപേക്ഷികമായ ഗൈബുണ്ടാവും. അതൊരു പക്ഷെ അല്ലാത്തവരിവിടെ പൈശാചികമായോ അല്ലാതെയോ അറിയുന്ന ആപേക്ഷികമായ ഗൈബുണ്ടാവും. അവിടെ ആർക്കൊക്കെ എന്തൊക്കെ ഏതൊക്കെ അറിയിച്ചു കൊടുക്കും ഇല്ല എന്നതല്ല അടിസ്ഥാന വിഷയം. നേരെ മറിച്ച് മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവുണ്ടാവുക, ഗൈബ് അറിയുക എന്ന വിശേഷണം അല്ലാഹുവിന് മാത്രമാണ്. ഒരു നബിക്കുമില്ല, ഒരു വലിയനുമില്ല, ഒരു മഹാനുമില്ല, ഒരു സൃഷ്ടിക്കുമില്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ നബിയോടടക്കം അല്ലാഹു തആല അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ എന്താണ്? കുൽ പറയണം പ്രവാചകരെ എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് അല്ലാഹു തആല പഠിപ്പിക്കുന്നു, സമൂഹത്തോട് പറയാൻ വേണ്ടി അല്ലാഹു തആല ആവശ്യപ്പെട്ടെന്നറിയോ? ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ്. ഈ ആയത്തും ഖുർആനിലുണ്ടല്ലോ. ഈ ഒരു ആയത്തും ഖുർആനിലുണ്ട്. പ്രവാചകൻ താങ്കൾ പറയണം. എന്തു പറയണം? ലാ അഖൂലു ലക്കും, ഞാൻ ഇങ്ങോട്ട് പറയുന്നില്ല എന്ന് പറയണം. എന്തു പറയുന്നില്ല? ഇൻദി ഖസാഇനുല്ലാഹ്, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ, ഞാൻ ഗൈബ് അറിയുകയുമില്ല. വലാ അഖൂലു, ഞാൻ പറയുന്നില്ല ഇന്നി മലക്കുൻ, ഞാൻ മലക്കാണെന്നും പറയുന്നില്ല. മൂന്ന് കാര്യം നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം. ഒന്ന്, അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. രണ്ട്, വലാ അഅലമുൽ ഗൈബ, എനിക്കൊട്ട് ഗൈബ് അറിയുകയുമില്ല. വലാ അഖൂലു ഇന്നി മലക്കുൻ, ഞാനൊരു മലക്കാണ് എന്ന് പറയുന്നുമില്ല. പിന്നെന്താ ഉള്ളത്? ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലയ്യ, എനിക്ക് വഹയ്യായി ലഭിക്കുന്നത് എന്താണോ അതിനെ ഞാൻ പിൻപറ്റുന്നുവെന്ന് മാത്രം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഗൈബ് അറിയും എന്നല്ല ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആൻ എവിടെയും അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ അവർ ഗൈബ് അറിയും എന്നൊരു പ്രയോഗമില്ല. അവർ ഗൈബ് അറിയില്ല എന്ന ധാരാളം പ്രയോഗമുണ്ട് താനും. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആലിമുൽ ഗൈബാണ്, അല്ലാമുൽ ഗുയൂബാണ്, ആലിമുൽ ഗൈബി വശഹാദയാണ് തുടങ്ങിയ പ്രയോഗങ്ങൾ ധാരാളമായി ഖുർആൻ പരിചയപ്പെടുത്തി. എന്നാൽ ഒറ്റ നബിയെ കുറിച്ച് പറയുമ്പോൾ ആ നബി ഗൈബ് അറിയുന്നവരായിരുന്നു എന്ന് പറയുന്ന ഒന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയില്ല. അവർ സ്വാലിഹായിരുന്നു എന്നുണ്ട്, സുദ്ദീഖായിരുന്നു എന്നുണ്ട്, നബിയായിരുന്നു എന്നുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുണ്ട്. എന്നാൽ എവിടെങ്കിലും സ്ഥലത്ത് ആ പ്രവാചകർ ഗൈബ് അറിയുന്നവരായിരുന്നു എന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ സൂറത്തുൽ ജിന്നിന്റെ ആയത്തെന്താ? 26, 27 ആയത്തുകൾ. അത് ഉമരിവിടെ ആദ്യം ഓതിയപ്പോഴേ രണ്ടും പറഞ്ഞു. ഇല്ലാമിർ റസൂൽ എന്ന് കൂടി കൂട്ടിയിട്ടാണ് അദ്ദേഹം ആദ്യം തന്നെ ഓതിയത്, അല്ലാതെ പൂർത്തിച്ചിട്ടില്ല. അല്ലല്ല, ആദ്യമേ ഈ ചോദ്യത്തിന് മറുപടി നിങ്ങളെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോ തന്നെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾ തൃപ്തിപ്പെട്ട ദൂതന്മാർക്കല്ലാതെ നിങ്ങൾ ഒന്നിന് ചാടാൻ നോക്കിയത്. ആയിക്കോട്ടെ, ശരി, ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ പോലെ ആയിക്കോട്ടെ, നീ പിന്നെ പോയി കേട്ടാൽ മതി. അപ്പൊ ഏതായിരുന്നാലും സൂറത്തുൽ ജിന്നിലെ 26, 27 അവിടെ ആലിമുൽ ഗൈബി, അല്ലാഹുവാണ് ഗൈബ് അറിയുന്നവൻ. അവിടെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അപ്പൊ ഗൈബ് അല്ലാഹുക്കുള്ളതാണ്. ഫലാ യുദ്ഹിറു, അവൻ വെളിവാക്കുകയില്ല, അലാ ഗൈബിഹി, അവന്റെ ഗൈബിന്റെ മേൽ. അപ്പോൾ ഗൈബ് ആരുടെ? അല്ലാഹുവിന്റേത്. അത് വെളിവാക്കി കൊടുക്കുകയില്ല. ആർക്ക്? അഹദൻ, ഒരാൾക്കും. അതാണ് 26-ാമത്തെ ആയത്ത്. അടുത്ത 27-ാമത്തെ ആയത്താണ്. സമസ്തന്റെ ബുക്ക് ചെയ്ത് വെച്ചാൽ 27-ലെ ഇല്ലാമിനിർത്തല എന്ന കഷ്ണം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് 26 ആക്കി അവതരിപ്പിച്ചു. അതാണ് സമസ്തക്കാർ ചെയ്തത്. മദ്രസ പാഠപുസ്തകത്തിൽ, മദ്രസയിലെ പാഠപുസ്തകത്തിൽ അത് സാധനം ഇഷ്ടം പോലെ അപ്പോ 26-ാമത്തെ ആയത്ത് ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ എന്ന് അവസാനിക്കും. 27-ാമത്തെ ആയത്താണ് ഇല്ലാ മയർതലാ മിർ റസൂലിൻ ഫഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി റസദാ എന്ന് തുടങ്ങുന്ന ഭാഗം 27-ാമത്തെ ആയത്താണ്. ആ 27-ാമത്തെ ആയത്തിലെ ഇല്ലാ മയർതലാ എന്ന ഭാഗം 26-ലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അർത്ഥം കൊടുത്തതോ അല്ലാഹു തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ഗൈബ് അറിയിക്കുകയില്ല എന്ന അർത്ഥവും കൊടുത്തു. സൂറത്തുൽ അൽ ജിൻ 26 എന്ന നമ്പറും കൊടുത്തു.
അതാണ് സമസ്തന്റെ പാഠപുസ്തകത്തിൽ കാണിച്ച തട്ടിപ്പ്. കേരളത്തിൽ വ്യാപകമായി മുജാഹിദീങ്ങൾ ഒരുപാട് സ്റ്റേജുകളിൽ അത് കാണിച്ചു, വായിച്ചു. ആ കാണിച്ചരാ മുജാഹിദീങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ അത് എടുത്തു കൊടുത്തു, സ്കാൻ ചെയ്ത് കൊടുത്തിട്ട് അത് ചോദ്യം ചെയ്തു. അവസാനം സുന്നി അഫ്കാലം അൽ മുഅല്ലിം മാസികയിൽ, സമസ്തയുടെ അൽ മുഅല്ലിം മാസികയിൽ ആ ചെയ്തതിനെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം പോലും വന്നു, ഏകദേശം ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഏതായിരുന്നാലും അല്ലാഹു റസൂലുമാരായി തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവന് ഗൈബ് അറിയിച്ചു കൊടുക്കയില്ല. അപ്പൊ എന്ത് മനസ്സിലായി? റസൂലുമാർക്ക് ഗൈബ് അറിയാൻ കഴിയില്ല, മനസ്സിലായി. അറിയാൻ കഴിയുമെങ്കിൽ പിന്നെ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അറിയിച്ചു കൊടുക്കണം എപ്പോഴാണ്? അറിയാൻ കഴിയാതാകുമ്പോൾ. അറിയുമെങ്കിൽ അറിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അള്ളാഹ് അറിയിച്ചു കൊടുത്താൽ അറിയില്ലാന്ന് ആരെയും പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിനാളും പറഞ്ഞിട്ടില്ല, ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല, ഒരായിട്ട് പറയുകയുമില്ല. അപ്പൊ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുന്നത് എന്തോ അതവർക്ക് അറിയുന്നു. അത് ആ പ്രവാചകന്മാർ വന്ന് ഓതിക്കൽപ്പിക്കുമ്പോൾ പിന്നെ നമ്മളും അറിയുന്നു. അവിടെ നമുക്ക് ഗൈബ് അറിയാൻ പറ്റും. ഇപ്പൊ മൂസാ നബിയുടെ ചരിത്രം നമുക്കറിയാം, അത് ഗൈബായ കാര്യം. നമുക്ക് എങ്ങനെ കിട്ടിയത്? അള്ളാഹു തആല റസൂലുള്ളാഹിക്ക് വഹി നൽകി, ഖുർആനിലൂടെ വന്നു, ഹദീസിലൂടെ വന്നു, നിബിധങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നു, നമുക്കത് കിട്ടി. അതോടുകൂടി നമുക്ക് ആ കാര്യം പറഞ്ഞു. അവിടെ എനിക്ക് ഗൈബ് അറിയാം, എനിക്ക് മൂസാ നബിയുടെ ചരിത്രം അറിയാമല്ലോ എന്ന് നമ്മളതും പറയാറില്ലല്ലോ. ഏത് വിഷയം അങ്ങനത്തെ, സ്വർഗത്തിലെ കാര്യങ്ങൾ, നരകത്തിലെ കാര്യങ്ങൾ, ഖബറിലെ വിഷയങ്ങൾ, ഖിയാമത്തിലെ വിഷയങ്ങൾ, ഇതൊക്കെ ഗൈബായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ ഏതൊക്കെയാണോ വഹ്യു മുഖേന അല്ലാഹു തആല അറിയിച്ചത് അതറിയുന്നു. അതിനപ്പുറത്ത് പറയുക എന്നുള്ളത് ഏതുപോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ അവർ എന്ന് മുഹിദ്ദീൻമാരെ പറഞ്ഞ, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോ അവർ എന്ന് മുഹിദ്ദീൻമാരെ പറഞ്ഞ ആ പറച്ചിലുകൾ, ആ നിലക്കുള്ള ഒരു അറിയാനുള്ള കഴിവ്, ആ നിലക്കുള്ള ഒരു വൈബറിയുക എന്ന വിശേഷണം ലോകത്തൂര് ലഭിക്കുമില്ല, ഒരു വലിയൊരുമില്ല. എന്നാൽ അല്ലാഹു തആലയുടെ വൈബുകൾ വ്യത്യസ്ത രൂപത്തിലാണ്. ചിലത് അല്ലാഹു തആല ആർക്കും അറിയിച്ചു കൊടുക്കില്ല. അതാണ് മഫാത്തിഹുൽ ഗൈബ് എന്നുള്ളത്. അതേപോലെ 5 കാര്യം ലാ യഅലമുഹു ഇല്ലാഹു, അല്ലാഹുക്കല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞ 5 കാര്യങ്ങൾ, അത് അല്ലാഹുക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. എന്നാൽ മറ്റു ചില ഗൈബുകൾ അല്ലാഹു തആല ചില പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഏത് പ്രവാചകർക്ക് ഏത് കാര്യം അറിയിച്ചു കൊടുത്തോ ആ പ്രവാചകൻ അക്കാര്യം അറിയും. ഏത് പ്രവാചകർക്ക് ഏത് കാര്യം അന്ന് അറിയിച്ചു കൊടുത്തുവോ ആ കാര്യം ആ പ്രവാചകൻ അറിയും. ഒരു നബിക്ക് അറിയിച്ചു കൊടുത്ത കാര്യം മറ്റൊരു നബിക്ക് അറിഞ്ഞോളമെന്നില്ല. ഒരു നബിക്ക് അറിയിച്ചു കൊടുത്തൊരു വിഷയം അല്ലാത്തവർക്കെല്ലാം കിട്ടിക്കൊള്ളമെന്നുമില്ല. ഏത് റസൂലിന് ഏത് ഗൈബ് അള്ളാഹു അറിയിച്ചു കൊടുത്തുവോ അത് ആ റസൂലിന് അറിയാൻ കഴിയും. അറിയിച്ചു കൊടുക്കാത്തപ്പോഴോ അറിയുകയുമില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി സല്ലല്ലാഹു വീട്ടിലേക്ക് മലക്കുകൾ വന്നപ്പോ മൂരിക്കുട്ടി അറുത്ത് പാകം ചെയ്ത് പൊരിച്ച് കൊണ്ടുപോയി കൊടുത്തത് ഗൈബ് അറിയാത്തത് കൊണ്ട്. വന്നത് മലക്കുകളാണെന്ന് ഇബ്രാഹിം നബിക്ക് അറിയില്ല. പാകപ്പെടുത്തി കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ട് ഫഖറബഹു ഇലൈഹിം, അടുപ്പിച്ചു കൊടുത്തു. ചോദിച്ചു അലാ തഅകുലൂൻ, തിന്നുന്നില്ലേ? പക്ഷെ അവരെ കൈ അതിലേക്ക് നീളുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ ചെറിയ ബേജാറ്, ഫഔജസ മിൻഹും ഖീഫ, അവരുടെ കാര്യത്തിൽ ഒരു ചെറിയ ബേജാറ് അദ്ദേഹം തോന്നി. അപ്പൊ പറഞ്ഞു പേടിക്കണ്ട, ഞങ്ങൾ റബ്ബിന്റെ ദൂതന്മാരാകുന്നു. അപ്പോഴാർന്നത് ഇത് മലക്കാളാണെന്നുള്ളത്. ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. അപ്പൊ അല്ലാഹു തആല ഏത് പ്രവാചകർക്ക് ഏത് കാര്യം അറിയിച്ചു കൊടുത്തുവോ അക്കാര്യം ആ അളവിൽ അറിയും. അതറിയില്ലെന്ന ലോകത്ത് എവിടെയും ആരും വാദിച്ചിട്ടില്ല. എന്നാൽ ഗൈബ് അറിയുക എന്നത് അല്ലാഹുക്ക് മാത്രമുള്ള വിശേഷണമാണ്. ഇവിടെ സുന്നികൾ ആരും അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയുമെന്ന വിശ്വാസം ഇല്ല. സുന്നികളുടെ വിശ്വാസം പറയേണ്ടത് മുജാഹിദുകളല്ലല്ലോ, സുന്നികളുടെ വിശ്വാസം വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന അർത്ഥം പറയൂ പ്ലീസ്. അതിന് മുമ്പ് ഈ സൂറത്തുൽ ജിന്നിലെ തഫ്സീറുൽ തിബിരി ഒന്ന് വായിക്കണം. തഫ്സീറുൽ തിബിരിയുടെ കിതാബ് ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണം. നിങ്ങൾ കിതാബ് കൊണ്ടുവരുന്ന പറഞ്ഞിട്ടല്ല ഇവിടെ മുഖാവത്തിന് വരുന്നത്. നിങ്ങളാണിപ്പോ പറഞ്ഞത്. തഫ്സീർ തിബിരി നിങ്ങൾ കൊടുത്തിട്ടില്ലേ? ഏത് കിതാബ് നിങ്ങൾ കൊടുത്ത തഫ്സീറുമായി ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് ആയത്തില് തൊബരി എന്നല്ല ഒരു തഫ്സീർ എടുത്താലും അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയുമെന്ന് സുന്നികൾ എവിടെയെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? എല്ലാ ഗൈബ് അറിയുന്ന വെച്ചാൽ അല്ലാഹു പറയാത്ത ഇല്ലല്ല. അങ്ങനെ സുന്നികൾ എവിടെ പറഞ്ഞു? അല്ലാഹുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോ അവർ, അത് അള്ളാഹു അറിയിച്ചു കൊടുത്താണ്. ഞങ്ങളുടെ വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞു വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അതിന്റെ അർത്ഥം ഒന്ന് പറയൂ പ്ലീസ്. അതിന്റെ അർത്ഥങ്ങൾ സുന്നി വിശ്വാസങ്ങൾ പറയേണ്ടത്, സുന്നി വിശ്വാസങ്ങളെ പറയേണ്ടത്. ഞങ്ങൾ പറയും
പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങൾ പറയും, ഞങ്ങളെ വിശ്വാസങ്ങൾ പറയാതെ. ശരി, അതിന്റെ അർത്ഥം അറിയില്ല. ഒമാ തശാഉന ഇല്ലാ യശാഉല്ലാഹു റബ്ബുൽ ആലമീൻ അർത്ഥം അറിയില്ല. നിങ്ങൾ എന്താ അർത്ഥം വെക്കാൻ എനിക്കറിയില്ലല്ലോ. സുന്നികളെ വിശ്വാസം സുന്നികളെ പറഞ്ഞങ്ങൾ പറഞ്ഞു. ഞാൻ അർത്ഥം വെക്കണ്ട, മുജാഹിദുകൾ വെക്കുന്ന അർത്ഥം വെച്ചാൽ തൃപ്തിയാണ്. അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ വിഷയം എന്താണ്? ശരി, ഇവിടെ എന്താ വിഷയം? ഞങ്ങളുടെ വിശ്വാസം ഞാൻ പറഞ്ഞു, അല്ലാഹു വമാ തശാഉന ഇല്ലാ യശാഉല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ വല്ലതും ഉദ്ദേശിക്കുമോ? ഇല്ല. ഞങ്ങൾ വല്ലതും ഉദ്ദേശിക്കണമെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ന വിശ്വാസമാണ് സുന്നികളുടേത്. അതല്ലാതെ ഞാൻ ഈ ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു, അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ. ഈ വിശ്വാസമുള്ള സുന്നികൾ എങ്ങനെയാണ് ഗൈബിയായ കാര്യം അല്ലാഹു അറിയിച്ചു കൊടുക്കാതെ അറിയുമെന്ന് പറയുന്നത്? ഞാൻ കൂടുതൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന കഴിവിന്റെ പരിധി എത്രയാണ്? അതാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ്. ഗൈബിയായ കാര്യമൊന്നും അറിയില്ല അവർക്ക്, ഔലിയാക്കൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാത്ത ഒരു കാര്യം ലോകത്തൊരു സൃഷ്ടിക്കും അറിയില്ല എന്നുള്ള വിശ്വാസം തന്നെ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഔലിയാക്കൾക്ക്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു നൽകുന്ന കഴിവിന്റെ പരിധി എത്രയാണ്? ശരി, അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. ഒന്നാമത്തെ പറയട്ടെ, രണ്ടാമത്തേക്ക് വരാം. ഒന്നാമത്തെ പറയട്ടെ, പറയണല്ലോ. ഒരു ചോദ്യത്തിന് 2 മണിക്കൂർ നേരം പ്രസംഗിക്കരുത് കൂടുതൽ, പ്ലീസ്. 2 മണിക്കൂർ ഇവിടെ ആകെ പറഞ്ഞിട്ടില്ല. ഇവിടെ പരിപാടി തുടങ്ങിയതിനെ 7:15. 8:45 വിഷയം അവതരിപ്പിച്ചു. ഇപ്പൊ ആകെ 2 ആയിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ പറയാൻ പാടില്ല, കേട്ടിട്ടില്ലല്ലോ. നിങ്ങളിപ്പോ 2 കാര്യം പറഞ്ഞു, ആ 2ഉം പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ലേ, കുറച്ചൊക്കെ നമുക്ക് അനുഭവിച്ചു. നമ്മൾ കിട്ടിയ സ്റ്റേജ് അല്ലേ, അവിടെ നിങ്ങൾക്ക് മാത്രം പറ്റുള്ളൂ. നിങ്ങൾക്ക് എത്രയും പറയാമെന്ന് നമ്മൾ പറയാൻ പാടില്ല, അത് ശരിയില്ലല്ലോ. ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെ അല്ല കൊടുത്തെങ്കിലേ അറിയിച്ചു കൊടുത്തെങ്കിലേ അറിയുള്ളൂ എന്ന് സുന്നികൾ വിശ്വസിക്കുന്നു എന്നൊരു ന്യായം പറഞ്ഞതുകൊണ്ട് ഇനി ആരെപ്പറ്റി എന്തും പറയാന്നാണോ? അതെ, സുന്നിയാൾ വിശ്വസിച്ചാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരാൾ ഞാനത് വിശ്വസിക്കുന്നു ഒരു ന്യായം പറഞ്ഞു വെച്ചാൽ പിന്നെ ആരെ കുറിച്ചും എന്തും പറയാനാണോ? അങ്ങനെ ഇപ്പൊ ആർക്കും എന്തും പറഞ്ഞൂടെ? ലോകത്തുള്ള എവിടുന്ന് വിളിച്ചാലും ആരും കേൾക്കുന്ന വിശ്വസിക്കുന്നത് പറയുന്നത് അത് അല്ല ഉദ്ദേശിച്ചാലേ ഉള്ളൂ ഞാൻ വിശ്വസിച്ചത് എന്ന് പറഞ്ഞാൽ ലോകത്തിന് ശിർക്കുണ്ടാവോ? ലോകത്ത് ശിർക്കുണ്ടാവോ? അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബി എന്ന് പറഞ്ഞ എന്താണ്? മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും നബിയെ താങ്കളും ഉദ്ദേശിച്ച് നടക്കുക. നബി എന്താ പറഞ്ഞത്? എന്താ വിശ്വസിച്ചു? എന്റെ വിശ്വാസം എന്താ? അല്ല ഉദ്ദേശിക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്നതാണോ? അത് അല്ല ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണോ എന്നല്ല ചോദിച്ചത്. ഒറ്റ വാക്കിലെ മറുപടി, നീ എന്നെ അള്ളാഹിനോട് തുല്യനാക്കുകയാണോ? നിന്നെ സൃഷ്ടിച്ച. ഇവിടെ ഉമ്മര് പറഞ്ഞല്ലോ, വാള് തൂക്കിയിടാൻ മരം വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോ നബി എന്താ ചോദിച്ചത്? എന്ത് മരങ്ങൾ വിചാരിക്കുന്നത്? അല്ല ഉദ്ദേശിക്കാത്തൊരു മരാണോ? അല്ല കഴിവ് കൊടുക്കാത്തൊരു മരാണോ? സ്വയം കഴിവുള്ള മരാണോ? ഇലാഹായ മരാണോ എന്നല്ല ചോദിച്ചത്. നേരെ മറിച്ച് ഒരു ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെ ചോദിച്ച അത്രയും സമയം കയറി. ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാ മറുപടി ഇമാം തുർമുദി ഉദ്ധരിച്ച സംഭവമാണ്. അപ്പൊ അവിടെ നിന്നും ഈ ഒരു മുടന്തൻ ന്യായം പറഞ്ഞാൽ പിന്നെ ലോകത്തെ ഏത് ശിർക്കും ന്യായീകരിക്കാൻ പറ്റുന്ന ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഖുർആൻ ഹദീസും പഠിപ്പിച്ചിട്ടില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അപ്പൊ അള്ളാണ്ട് വിശ്വസിച്ചവനെ ശിർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാണ്ട് വിശ്വസിച്ച ഒരാൾക്കല്ലേ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പറ്റുക? പങ്കു ചേർക്കണമെങ്കിലും വേണ്ടേ ആദ്യം അള്ളാണ്ട് വിശ്വസിക്കാം, അള്ളാഹ്ക്ക് പങ്കുകാരനെ സ്ഥാപിക്കുക. അപ്പൊ ആദ്യം അള്ളാഹിനെ വിശ്വസിക്കണം, എന്നിട്ട് ആ അള്ളാഹുവിന് പങ്കുകാരനെ സ്ഥാപിക്കുന്നു, അപ്പോഴാ ശിർക്കാവുക. അപ്പൊ ശിർക്കാവണേ തന്നെ അള്ളാഹിനെ വിശ്വസിച്ചോളാം, അപ്പോഴാ ശിർക്കാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചാലേ ഉണ്ടാവുള്ളൂ എന്നാ ഞങ്ങളെ വിശ്വാസം. അതാ ഖുർആൻ പറഞ്ഞത് എന്ന് സമാധാനത്തിന് ഓദിച്ചുകൊണ്ട് നിങ്ങളെ വിശ്വാസം തൗഹീദാകുന്നില്ല. അതിനപ്പുറത്ത് നിങ്ങളിവിടെ മാലയിൽ മൗലിദ് റാത്തീബിൽ കുത്തുബിയത്തിൽ ഈ സമൂഹത്തിലെല്ലാം പ്രചരിപ്പിക്കുന്ന വിശ്വാസം എന്താ? ലോകത്തെ എവിടുന്ന് വിളിച്ചാലും മഹാന്മാര് കാണും, കേൾക്കും, അറിയും, അവരിടപെടും, അവര് വരും, സഹായിക്കും, അറിയും എന്നാണ് വിശ്വസിക്കുന്നത്. അത് അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്തതാണ്. അത് അള്ളാഹ് ഉദ്ദേശിച്ചാലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ലോകത്ത് ആർക്കും ആരെപ്പറ്റിയും അത് വിശ്വസിച്ചൂടെ? ലോകത്ത് ആർക്കും ആരെക്കുറിച്ചും ആ വിശ്വാസമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഓ ന്യായം പറയുന്നത് അള്ളാഹ് ഉദ്ദേശിച്ചാലാണ് എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥമുള്ളത്? അപ്പൊ അങ്ങനെ ഒന്ന് റബ്ബ് വെച്ചിട്ടില്ല. അതിനാണ് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം, അള്ളാഹ് കൊടുക്കുന്ന കഴിവിന്റെ പരിധി എത്രയെന്ന്. ആ കഴിവിന്റെ പരിധിയാണ് സബബ് മുസബ്ബബാത്ത് എന്ന് പറഞ്ഞത്. സബബ് മുസബ്ബബാത്ത്, കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞതാണ് ആ പരിധി. അതാ ഖുർആൻ പഠിപ്പിച്ചത്. എല്ലാത്തിനും അത് സബബ് വെച്ചു.
എല്ലാത്തിനും സബബ് വെച്ചു. വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിൽ ആവർത്തിച്ച് പഠിപ്പിച്ച കാര്യമാണ്. ലോകത്ത് റബ്ബ് വെച്ച ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്കൊക്കെ അല്ലാഹു തആല സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സബബിന് ഉള്ളിലാണ് ഔലിയാക്കളും അമ്പിയാക്കളും എല്ലാവരും ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹു തആല ഒരാളോടും അവരുടെ കഴിവിനപ്പുറം കീർത്തിക്കുകയില്ല. അതേതാ കഴിവ്? ഒരൊറ്റ നഫ്സിനോടും അതിന്റെ കഴിവിനപ്പുറം കീർത്തിക്കുകയില്ല. ഖുർആനായത്ത് മുജീശിനും ബാധക, എനിക്കും ബാധക, നിങ്ങൾക്കും ബാധകമാണല്ലോ. ഖുർആനിൽ പറഞ്ഞ ഏത് നിയമങ്ങളും മുഹീദ്ദീൻ ശൈഖിനും നമുക്ക് എല്ലാവർക്കും ബാധക. മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് കഴിവ് ഏറുണ്ട്, അവിടെ മൂപ്പരെ കുറിച്ച് അധികം നിയമമുണ്ട്, നമുക്ക് അത്ര കഴിവില്ല, നമുക്ക് നിയമം കുറച്ച് കുറവാണ് എന്നൊന്നുണ്ടോ? ഓരോരുത്തരുടെ കഴിവിന്റെ ഏറ്റ വ്യത്യാസം നോക്കിയിട്ടാണോ അത് നിയമം ബാധകമാകുന്നത്? അല്ല. അത് ഏതാ കഴിവ്? ആ കഴിവാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ, തോക്കത്ത് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രയോഗങ്ങൾ സബബിന്റെ അടിസ്ഥാനത്തിൽ സബബുകൾക്കതീതമായി കാരണങ്ങൾക്കതീതമായി പ്രവർത്തിക്കാനുള്ള കഴിവ് അത് മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹുവിന് മാത്രം. സബബുകളാക്കി വെച്ചവനാരോ, കാരണങ്ങളാക്കി വെച്ചവനാരോ ആ മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹ്, അവൻ മാത്രമാണ് സബബുകൾക്കതീതമായി പ്രവർത്തിക്കുന്നത്. ബാക്കി എല്ലാ സൃഷ്ടികളും, ജിന്നാവട്ടെ, ഇൻസാവട്ടെ, അമ്പിയാക്കളോ ഔലിയാക്കളോ ശൈത്താന്മാരോ മലക്കുകളോ ഏതു സൃഷ്ടിയാവട്ടെ, ആ സൃഷ്ടികളെല്ലാം അവയുടെ സബബെന്തോ ആ സബബിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതാണ് റബ്ബ് നിശ്ചയിക്കുന്ന കഴിവുകൾ. അതിനപ്പുറത്ത് ഔലിയാക്കന്മാർക്കായിട്ട് വേറെ പ്രത്യേകിച്ച് കഴിവ്, അമ്പിയാക്കന്മാർക്ക് വേറെ കുറെ കഴിവ്, മുഅ്മിനീങ്ങൾക്ക് വേറെ കുറെ കഴിവ്, മുനാഫിഖീങ്ങൾക്ക് വേറെ കുറച്ചും കൂടി കുറഞ്ഞ കഴിവ്, അതേപോലെ അവിശ്വാസികൾക്ക് വേറെ കുറെ കഴിവ്, അങ്ങനെ ഒരു കഴിവിനെ വേർതിരിച്ച് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞത്, ഒന്ന് ഗൈബ് അറിയാൻ അല്ലാഹ്ക്കേ കഴിയൂ. ആലിമുൽ ഗൈബ്, ഗൈബ് അറിയുന്നവൻ അല്ലാഹയാണ്. അല്ലാമുൽ ഗുയൂബ്, ഗൈബ് അറിയുന്നവൻ അല്ലാഹയാണ്. നബിയോട് അല്ലാഹു തആല പ്രഖ്യാപിപ്പിച്ചു, ലാ അഅലം വലാ അഅലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയുക ഇല്ല എന്ന് നബിയെ താങ്കൾ പറയണം എന്ന് കൂടി ഖുർആൻ പറയുന്നു. അതോടൊപ്പം കഴിവ് എന്ന് പറയുന്നതാണ് സബബിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് റബ്ബിന് നിശ്ചയിച്ച സബബുകൾ എന്തോ അത് പ്രകാരം ചെയ്യും, അതിനപ്പുറമില്ല. ശരി. അൽഹംദുലില്ലാ. സബബ് സുന്നികളും സബബിനനുസരിച്ച് തന്നെയാണ്. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. സുന്നികൾ വിശ്വസിക്കുന്നത് തന്നെ. അമ്പിയാക്കളുടെ സബബ് എന്താ? മുഅ്ജിസത്താണ്. ഔലിയാക്കളുടെ സബബ് എന്താ? കറാമത്താണ്. അതെ, അതിനോടെ ചോദിക്കുന്നത് ആ കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ബേജാറാണ്ട. അതേപോലെ തന്നെ ഡോക്ടർ മെഡിക്കൽ കോളേജിൽ രോഗം തരുന്നവൻ അല്ലാഹുവാ. ഖുർആനിലില്ലേ രോഗം ശിഫയാക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ ഡോക്ടർ എത്തുന്നു, എന്റെ സഹോദരന്റെ ക്യാൻസർ രോഗം മാറ്റിയത് മെഡിക്കൽ കോളേജിലെ ഇന്ന ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അവിടെ ശിർക്ക് വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഈ രൂപത്തിൽ തന്നെ അവിടെ സബബ് അതാണ്. ഇവിടെ ഔലിയാക്കളാവുമ്പോ സബബ് എന്താ? കറാമത്താണ്. അതിന്റെ അല്ലാഹു ഖുർആനിലൂടെ ആയത്ത് എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. എന്താ അർത്ഥം? ശരി, അൽഹംദുലില്ലാഹ് ഖൈർ. ഇപ്പൊ മനസ്സിലാവുന്ന പ്രതീക്ഷയുണ്ട്. അൽഹംദുലില്ലാഹ് ആ ഉദാഹരണം തന്നെ മതി. നിങ്ങൾ എടുത്ത ഉദാഹരണവും നിങ്ങൾ ഓതിയ ആ ആയത്തും മാത്രം മതി സബബ് ക്ലിയർ ആവാൻ. ഡോക്ടറാണ് ആ രോഗം സുഖപ്പെടുത്തിയത് നമ്മൾ പറയുന്നു. എങ്ങനെ? ഡോക്ടറുടെ സബബ് എന്താണോ ആ സബബിന്റെ സ്ഥാനത്തിൽ സംശയമില്ല. അതെന്താ? ഡോക്ടർ പരിശോധിച്ചു, അവരുടെ രോഗം എന്താ മനസ്സിലാക്കി, മരുന്ന് എഴുതി കൊടുത്തു, ആ മരുന്ന് പോയി വാങ്ങിക്കഴിച്ചു, കുടിച്ചു, അള്ളാന്റെ ഇതിന് പ്രകാരം ശിഫയായി. ഇനി മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചിട്ടുണ്ട് രോഗം സുഖാക്കണം എന്ന് പറയുമ്പോ എന്താണ് ആ സബബ്? ആ സംഭവം എന്താ? മൊഹീദ്ദീൻ ശൈഖ് കറാമത്ത് ആയിക്കോട്ടെ. ആ കറാമത്ത് എങ്ങനെ? ശൈഖ് ഇറാഖിലെ ബഗ്ദാദ് ഖബറിൽ കിടന്നിട്ട് നമ്മൾ പരിശോധിക്കും, നമ്മളെ പ്രശ്നം എന്താ മനസ്സിലാക്കും, എന്നിട്ട് തൽക്കാലം മരുന്ന് അവിടെ നിന്ന് നിർദ്ദേശിക്കും, അങ്ങനെ അതുപ്രകാരം രോഗം സുഖം. അതാണോ? അല്ല. എന്നാൽ കറാമത്ത് അപ്പന്ന സബബേ അല്ല. അങ്ങനെയുള്ള സബബേ അല്ല കറാമത്ത്. അതാ വ്യത്യാസം. അതങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കറാമത്ത് എന്നുള്ള ഈ പറഞ്ഞ രൂപത്തിൽ സബബേ അല്ല. ആ കറാമത്തിൽ അത് ആരിലൂടെ പ്രകടമായോ അവർക്കതിൽ യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. എന്നാ മറ്റു പങ്കുണ്ട്. ഡോക്ടറെ വിഷയത്തിൽ പങ്കുണ്ട്, അതാ വ്യത്യാസം. ഡോക്ടറെ കാര്യത്തിൽ പങ്കുണ്ട്. ഡോക്ടർക്ക് എങ്ങനെ കിട്ടുന്നത്? പരിയിൽ നിന്നിട്ട് ഇങ്ങനെ ഇൽമ കിട്ടില്ല. അല്ലല്ല, ഡോക്ടർ പിന്നെ ഡിഗ്രിക്ക് ചേർന്ന് കേക്ക് മുഴുവൻ കേട്ട് പറയും. ഡോക്ടർ ഇവിടെ പോയി ഡിഗ്രിക്ക് ചേർന്ന് പഠിച്ച് കസ്ബിയായി ഉണ്ടാക്കിയിട്ട ഇൽമാത് ഓ പരീക്ഷ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നിട്ടാണ് ഓ ഇവിടെ ചെയ്യുന്നത്. എങ്ങനെയാണ്? അവർക്ക് ഈ നിലക്കുള്ള ഒരു സംഭവവും അതിൽ നിശ്ചയിച്ചിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹു തആല നേരിട്ട് നടപ്പാക്കുന്നു.
അള്ളാഹു കേൾക്കുന്ന നിങ്ങൾ തുളി കൊടുക്കല്ലേ. അള്ളാഹു തആല നേരിട്ട് നടപ്പാക്കുന്നു. ഈ വലിയന്, ഈ നബിക്ക് അതിൽ യാതൊരു പങ്കുമില്ല. മറ്റോടത്തോ പങ്കുണ്ട്. ഏതില്? ഇല്ലാ വുസ്അഹാ, ഇല്ലാ വുസ്അഹാ എന്ന് പറഞ്ഞിട്ട് പങ്കുണ്ട്. അല്ലെങ്കിൽ ഈ കറാമത്താണ് നിങ്ങൾ പറഞ്ഞ സബബെങ്കിൽ, ഈ കറാമത്താണ് നിങ്ങൾ പറഞ്ഞ സബബെങ്കിൽ ഇവിടെ ഒരു മനുഷ്യൻ ആക്സിഡന്റ് ആകും. മൊയ്തീൻ ശൈഖ് ഇറാഖിലെ ഖബറിൽ ഇങ്ങനെ മിണ്ടാതെ കിടക്കത് കണ്ടിട്ട് മൂപ്പര് കുറ്റക്കാരനാവോ? നമ്മൾ റോഡ് സൈഡിൽ ഞാനോ നിങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്നു, ഞാനോ നിങ്ങൾ റോഡ് സൈഡിൽ രംഗം കണ്ടുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കാൻ പറ്റി, നമ്മൾ രക്ഷിച്ചില്ല, നമ്മൾ കുറ്റക്കാരനാകുമോ? കുറ്റക്കാരനാകും. രക്ഷപ്പെടുത്തിയാൽ കൂലി കിട്ടുമോ? കൂലി കിട്ടും. മൊഹീദ്ദീൻ ശൈഖ് ഖബറിൽ കിടക്കുന്ന ഇറാഖിൽ അദ്ദേഹം കാണാൻ ഇവിടെ ആക്സിഡന്റ് നടക്കാൻ പോകുന്നത്, രക്ഷപ്പെടുത്താൻ കഴിയും, മൂപ്പര് രക്ഷപ്പെടുത്തിയില്ല, കുറ്റക്കാരനാകുമോ? നിങ്ങൾ പറയാം കുറ്റക്കാരനാകുന്നു. എന്താ മൂപ്പരെ കഴിവല്ലത്? നിങ്ങൾ പറഞ്ഞ സംഭവല്ലേ? കറാമത്തെ സംഭവമാണെങ്കിൽ മൊയ്തീൻ ശൈഖിന്റെ കഴിവല്ലത്. അപ്പൊ ശൈഖ് രക്ഷപ്പെടുത്താൻ കുറ്റക്കാരനാവൂലേ? ഇനി രക്ഷപ്പെടുത്താൻ മൊയ്തീൻ ശൈഖ് കൂലിട്ടോ? നിങ്ങൾ കേക്കി ഉദ്ദേശമുണ്ട്. മൊഹീദ്ദീൻ ശൈഖ് കൂലി കിട്ടുമോ? മൊഹീദ്ദീൻ ശൈഖ് ഇറാഖിലെ ഖബറിൽ കിടന്നിട്ട് ഇവിടെ വിളിക്കണ മനുഷ്യന്മാരെ വീട്ടിലൊക്കെ വരുന്നു, അവിടെയൊക്കെ ഹാജരാകുന്നു, ഓരെല്ലാ പ്രശ്നവും തീർത്തു കൊടുക്കുന്നു. ഇതിനൊക്കെ മൊയ്തീൻ ശൈഖിന് കൂലി കിട്ടുമോ? ഇല്ലേ? കൂലി കിട്ടുമെന്നാണെങ്കിൽ മരിച്ചപ്പോഴും അമൽ അവസാനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. ശൈഖിന്റെ മരണത്തോടു കൂടി അമലുകൾ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും അമലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാഖില് ബഗ്ദാദിലെ പള്ളിക്ക് വാങ്ങുകൊടുക്കുമ്പോഴെങ്കിലും ശൈഖ് നിസ്കരിക്കാൻ പള്ളിക്ക് വരുന്ന ഖബറിന്ന്. കാരണം എന്താ? ഭാഗൂപ്പര് കേൾക്കുന്നുണ്ട്, ഇജാബത്ത് മൂപ്പര് ചെയ്യുന്നുണ്ട്, ഇഖാമത്ത് കൊടുക്കാൻ അറിയുന്നുണ്ട്, നിസ്കാരം തുടങ്ങണ അറിയുന്നുണ്ട്, മൂപ്പര് അവിടെ ഉണ്ടാതെ കിടക്കുക, കുറ്റം കിട്ടൂല. നിങ്ങൾ പറഞ്ഞ സംഭവമാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞ കറാമത്ത് അങ്ങനത്തെ സബബേ അല്ല. നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് കേൾക്കുള്ളൂ, വേറെ കേൾക്കൂല. കറാമത്ത് അങ്ങനത്തെ സബബേ അല്ല. അവിടെയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റുന്നത്. അതുകൊണ്ടാണ് ശിർക്കിലേക്ക് പോയത്. അള്ളാഹ് ഉദ്ദേശിച്ചതേ ഉള്ളൂ എന്നാണ് വിചാരിച്ചു വെച്ചാൽ പിന്നെ അതൊന്നും ശിർക്കാകൂല എന്ന് ചില ഉസ്താദുമാര് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ അതങ്ങനെയാണ് വിശ്വസിച്ചു പോയി. അവിടെയാണ് അബദ്ധം പറ്റിയത്. കറാമത്ത് മുഅ്ജിസത്തുകൾ ഈ നിലക്ക് റബ്ബ് വെച്ച ഈ സബബുകളുടെ പരിധിയിൽ വരുന്ന ഒന്നേ അല്ല. അവർക്കതിൽ യാതൊരു പങ്കുമില്ല, യാതൊരു പങ്കും അവർക്കില്ല. നേരെ മറിച്ച് ആയത്തുകൾ മുഴുവൻ റബ്ബില്ലെന്നു മാത്രം. മറ്റിടത്തോ ചില പങ്കുകൾ ഈ മനുഷ്യന്മാർക്ക് റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരമുണ്ട്. എന്തേ ഇവിടെ മുഖാമുഖത്തിന് ഞങ്ങളൊക്കെ വന്നത്? ഇവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ടല്ലോ, എന്താ ഓരോ നമ്മുടെ കയറിക്കാത്തത്? അതാണ് സബബു സബബാത്, കാര്യകാരണങ്ങൾ. ഞങ്ങളതൊക്കെ കുറച്ചുകൂടി ഇവിടെ നടത്തി നിങ്ങളെ തട്ടിപ്പൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങളെ വിളിച്ചാൽ നല്ലാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വിളിച്ചു. ഇവിടെ സാധാരണക്കാരെ ഇവിടെ കയറുന്ന ചിലപ്പോൾ അങ്ങനെ തന്നെ പറ്റിക്കോളുന്നില്ല. അതെങ്ങനെയുണ്ടായി? അതാണ് സബബുകൾ, കാര്യകാരണങ്ങൾ. വായിച്ചും പഠിച്ചും അന്വേഷിച്ചും ചോദിച്ചും അറിഞ്ഞും അനുഭവത്തിന്റെ അടിസ്ഥാനത്തൊക്കെ കിട്ടുന്ന ഇൽമുകൾ, അതാണ് സബബുകൾ. എന്നാൽ കറാമത്തിലൂടെ കിട്ടുന്ന ഇൽമ് സബബല്ല, മുഅ്ജിസത്തിലൂടെ കിട്ടുന്ന ഇൽമ് സബബല്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് അവർക്ക് നൽകുന്നു. റബ്ബ് എന്ത് കൊടുത്തോ അത് കിട്ടും. അതിനപ്പുറത്തേക്ക് ഒരു ലെവലേഷൻ അവർക്കില്ല, അവർക്കതിനൊരു പങ്കുമില്ല, ഒരു പങ്കും അവർക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കറാമത്താണ് സബബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന ഓരോ ആക്സിഡന്റിനും ഇവിടെ മരിച്ചെടുക്കണ എല്ലാ ഔലിയാക്കന്മാരും കുറ്റക്കാരാകും എന്ന് നിങ്ങൾ പറയേണ്ടി വരും. കാരണം ഓൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്, ഓൾക്ക് അറിയുന്നുണ്ട്, സഹായിക്കാൻ പറ്റുന്നുണ്ട്, എന്നിട്ട് പോലും ഉണ്ട് അതൊക്കെ. നമുക്കോ അവിടെ ഉണ്ടെങ്കിലേ കാണുള്ളൂ, സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുള്ളൂ എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ കുറ്റക്കാരാവില്ല. അപ്പൊ ആ വുസ്അ എന്ന് പറഞ്ഞതില് കറാമത്തിനെ കൂട്ടാവതല്ല, മുഅ്ജിസത്തിനെ കൂട്ടാവതല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ആയത്ത് ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഇത് ആരാ പറഞ്ഞു അറിയോ? സക്കരിയ, മറിയം ബീവിയാണെന്ന് പറഞ്ഞത്. മറിയം ബീവിയുടെ മുമ്പിലേക്ക് സക്കരിയ നബി അലൈഹി വസല്ലം വരുമ്പോൾ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്ന ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സൂറത്ത് ആലി ഇംറാനിലാണ് വചനം. ആയിക്കോട്ടെ, ഏതായത്തോളം കിട്ടാനുള്ളൂ. സക്കരിയ നബി അലൈഹി വസല്ലം കടന്നു വരുമ്പോഴേക്ക് ഭക്ഷണം കാണുന്നു മറിയമ്മിന്റെ മുമ്പിൽ. ചോദിക്കുന്നു എവിടുന്നാണ്? പറഞ്ഞത് എന്താ? ഹുവ മിൻ ഇൻദില്ലാഹ്, റബ്ബിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ റബ്ബ് നൽകുന്നു. ശരിയാണ്, അല്ലാഹ് കൊടുക്കുന്നതിന് കണക്കില്ല. അല്ലാഹ് കൊടുക്കുന്നത് യാതൊരു കണക്കുമില്ല, ഒരു അംശമില്ലല്ലോ. കണക്കില്ലാതെ കൊടുക്കുന്നവനാ പഠിച്ചു. നമ്മളൊക്കെ കൊടുത്താൽ കണക്കുണ്ടാവും, അല്ലാഹ് കൊടുത്താലോ ഒരു കണക്കുമില്ല. അടുത്ത ആയത്തെന്താ? ഇത് മറിയം ബീവി ആരോടാ പറഞ്ഞത്? സക്കരിയ നബിയോട്.
കേൾക്കി മറിയം ബീബി ഇത് പറയുന്നത് നിങ്ങൾ ഓതിയായത്തല്ലേ ഇനി പറയുന്നത് വിടലി അടുത്തായിട്ട് നമുക്ക് എടുക്കാന്ന് തൊട്ടടുത്തായി തോന്നിട്ട് പോലെ അപ്പുറത്തേക്ക് പോലെ മറിയം ബീബി ഇത് പറയുന്നത് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്ന് മറിയം ബീബി പറയുന്നത് സക്കരിയ നബിയോട്. തൊട്ടടുത്തായിട്ട് എന്താ ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ. ഇത് കേൾക്കേണ്ട താമസം സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തു. അപ്പൊ കറാമത്ത് കണ്ട സക്കരിയ നബി ബീത്ത തങ്ങൾ ഉണ്ടായിട്ട് ഞാൻ എടുക്കാറാകണത് എനിക്ക് കുട്ടിനെ വേണോ എന്നല്ല പറഞ്ഞത്. പിന്നെ ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ഒരു പേജിന് ഏറ്റവും അടിയിലാണ് ബിഗൈരി ഹിസാബ് കാണാം. അടുത്ത പേജ് മറിച്ച മേലുണ്ടാകും ഹുനാലിക ദഅ സക്കരിയ റബ്ബ. അവിടെ വെച്ച് സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തു. അപ്പൊ കറാമത്ത് നേർക്കുനേരെ കണ്ട സക്കരിയ നബി ചെയ്തത് കറാമത്ത് ആരിലൂടെ പ്രകടമായോ അവരോട് തേടതല്ല. ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞിട്ട് പോലും ഇന്നല്ലാഹ യർസുഖു അല്ലാഹ് നൽകുന്ന. അപ്പൊ ചോദിക്കുന്നതാടാ അല്ലാഹ്നോട്, ഇവരോടല്ല. അതല്ല അവിടെ നിങ്ങൾക്ക് പഴിച്ചത് അത് സബബാണ്, അത് സബബ. അതാ പറഞ്ഞ നിങ്ങൾക്ക് അവിടെ പഴിച്ചത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇനി പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇന്നല്ലാഹ യർസുഖു അല്ലാഹു നൽകുന്നു മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ എന്ന് സക്കരിയ നബിയോട് മറിയം ബീവി പറയുന്നു. ആ കറാമത്ത് നേരെ കാണുന്നു, റബ്ബിൽ നിന്നാണെന്ന് പറയുന്നു, കണക്കില്ലാതെ കിട്ടുമെന്ന് പറയുന്നു. എന്നാൽ എനിക്കും കുറച്ച് തരുമോ എന്ന് മറിയം ബീവിയോടല്ല ചോദിച്ചത്. പിന്നെ പഠിച്ചോനെ നീ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്കും കുറച്ച് അപ്പൊ റബ്ബാണ് നൽകുന്നവനോടാ ചോദിക്കേണ്ടത്. നൽകുന്നവനാരോ അവനോടാ ചോദിക്കേണ്ടത്. ചോദിച്ചു വാങ്ങിയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടുന്ന് കൈയിട്ട് വാങ്ങാനല്ല പഠിപ്പിച്ചത്. ആരാണോ കൊടുക്കുന്നവൻ അവനോട് ചോദിക്കണം. അപ്പൊ കറാമത്ത് കണ്ടവർ അതാണ് ചെയ്തത്. കറാമത്ത് കണ്ടിട്ടില്ലാത്ത, കണ്ടോനെ കണ്ടിട്ടില്ലാത്ത, കേട്ടീമ കേട്ട് പോകുന്ന നമ്മളെന്ത് ചെയ്തത്? ഒരു കറാമത്തുണ്ടല്ലോ നമ്മൾ അവിടെ പോയി ചോദിക്കുക എന്ന് തീരുമാനിച്ചത്. അതാണ് വ്യത്യാസം. അപ്പൊ ഡോക്ടർ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. രണ്ട് രൂപത്തിലാണ് പഠിച്ചോ കൊടുക്കുന്നത്. ഒന്ന് സബബുകൾ, അതാ ഇത്രയും പറഞ്ഞത് സബബുകൾ. ആ റബ്ബ് വെച്ച സബബാണ് ദുനിയാവിൽ എല്ലാ കാര്യത്തിലും അല്ലാഹു തആല സബബ് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാത്തിനും സബബുണ്ട്. ആ സബബിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അതൊക്കെ. ആ സബബുമായി ബന്ധപ്പെടണം. അവിടെ അല്ലാഹു ചോദിച്ചാൽ ഓൻ കാഫിറായി പോകും. പഠിച്ചോനെ എനിക്കൊരു പാക്കറ്റ് പാരസിറ്റമോൾ വേണം എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. ആ കാഫിറാവും. അല്ലാഹുവിനെ പരിഹസിക്കലാണ്. സബബിന്റെ അടിസ്ഥാനത്തിൽ അല്ല റബ്ബ് ചെയ്യുന്നത്. റബ്ബ് ചെയ്യുന്ന സബബിന് അപ്പുറത്താണ്. തെളിവുണ്ട്. റബ്ബിനെ സൃഷ്ടിയോട് തുല്യപ്പെടുത്തി. അതാണ് മൻ ശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ. അത് തുല്യപ്പെടുത്തല്. 10 രൂപ വായ്പാകാൻ പോവുക. എവിടുക്കാ? അപ്പം പറഞ്ഞ അയൽവാസിക്ക് പോയി നോക്കട്ടെ, ഒരു 10 രൂപ ഇട്ടാ. അപ്പം പറയാം എന്തിനാ ചങ്ങനെ എവിടെ പോണ്? അല്ലാഹുവോട് ചോദിച്ചാളെ പഠിച്ചോനെ 10 രൂപ വായ്പ തരുമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? അവിടെ ചോദിക്കുമ്പോൾ റബ്ബിനെ സൃഷ്ടിയെപ്പോലെ ആക്കലായി മാറി. അതിനാ തസ്ബീഹ് എന്നറിയാം. മൻ ശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ. ഇമാം ബുഖാരി ഉസ്താദ് പറഞ്ഞ നുഐം ഇബ്നു ഹമ്മാദ് അൽ-ഖുസാഇ ശൈഖുൽ ബുഖാരി അദ്ദേഹം പറഞ്ഞ വാചകമാണ് മൻ ശബ്ബഹ അല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ. അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ സൃഷ്ടിയോട് ചോദിക്കേണ്ടത് ശ്രദ്ധിക്കണില്ല. കൈയിട്ടാക്കവില്ല. സൃഷ്ടികളോട് ചോദിക്കുന്നത് സബബിന്റെ അടിസ്ഥാനത്തിൽ, റബ്ബിനോട് ചോദിക്കുന്നത് സബബുകൾക്ക് അതീതമായി. സൃഷ്ടികളോട് സബബിന് അതീതമായി ചോദിക്കാൻ പാടില്ല, സൃഷ്ടാവിനോട് സബബിന്റെ അടിസ്ഥാനത്തിലും ചോദിക്കാൻ പാടില്ല. അതാ വ്യത്യാസം. മനസ്സിലായില്ല? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നുകൂടെ കേൾക്കാൻ നമുക്ക് വലിയ പ്രതീക്ഷ. അതുകൊണ്ടാണ് വേറൊന്നുമില്ല, ആത്മാർത്ഥത മാത്രം. സൃഷ്ടികളെ അല്ലാഹു തആല നിശ്ചയിച്ചത് സബബിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനത്തിലാണ്. അതുകൊണ്ട് സൃഷ്ടികളുമായി ബന്ധപ്പെടേണ്ടത് സബബുമായി ബന്ധപ്പെട്ട്. ആ സൃഷ്ടിയാണ്. അവിടെ മൊഹീദ്ദീൻ സബബ് എന്താണ് നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് മൊഹീദ്ദീൻ ജീവിച്ച പ്രകാരം 10 രൂപ വായ്പ ചോദിക്കാൻ പോകാം. ഇപ്പോഴോ ഷെയ്ഖെ 10 രൂപ വായ്പ തന്നെ നിങ്ങളും പറഞ്ഞില്ല, ഇവിടെ ആരും പറഞ്ഞില്ല. അതാ വ്യത്യാസം. മൊഹീദ്ദീൻ സൃഷ്ടിയില്ലേ, സബബില്ലേ. അതുകൊണ്ട് ഒരു 10 രൂപ ആവശ്യം വന്നാൽ നമ്മളിപ്പോ ഇവിടെ പോയി എന്ന് ചോദിക്കണ്ട. നമ്മൾ മൊഹീദ്ദീൻ ചോദിക്കുക ഷെയ്ഖ് ഒരു 10 രൂപ കൊടുത്തേക്ക്, എനിക്ക് അത്യാവശ്യമുണ്ട്, അടുത്ത ആഴ്ച തിരിച്ചുതരാം എന്ന് നമ്മളാരും പറയുന്നില്ല. എന്തുകൊണ്ട്? ആ സബബുകൾ അവസാനിച്ചു നിങ്ങളെ മനസ്സും പറയുന്നത്. അതുകൊണ്ട് തന്നെ സബബുകൾ മുറിഞ്ഞു പോയി.
ആയിക്കോട്ടെ, നിങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങൾ ആ ശിർക്ക് നടന്നോളി, കുഴപ്പമില്ല. പക്ഷേ ഈ സബബുകൾ മുഹീദ്ദീൻ ശൈഖിന്റെ വഫാത്തോടു കൂടി അവസാനിച്ചു എന്ന് നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നു. അതുകൊണ്ടല്ലേ ഒരു ഗ്ലാസ് വെള്ളം ആവശ്യം വരുമ്പോ അല്ലല്ല ഞാൻ മുവാഹിദായി ജീവിക്കുന്നു, മുവാഹിദായി നിങ്ങളെ മനസ്സ് നിങ്ങളെ നാവിലൂടെ വന്നു. അതുകൊണ്ടാണ് നിങ്ങളെ മനസ്സ് നമുക്ക് നന്നായി അറിയാം, ഒരു കുഴപ്പമില്ല. അത് കാരണം മറഞ്ഞ കാര്യമല്ലേ, തെളിഞ്ഞ കാര്യമാണ്. അത് തെളിഞ്ഞ കാര്യം, മറഞ്ഞ കാര്യമല്ല. അതുകൊണ്ടാണ് ഏതാ നിങ്ങൾ ആദ്യം പറഞ്ഞ ഞാൻ സുന്നി അറിഞ്ഞില്ലേ, അപ്പൊ എല്ലാം കിട്ടില്ലോ. ഞാൻ സുന്നി പ്രവർത്തനം ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. അതോടി സുന്നി പ്രവർത്തന മനസ്സിൽ എന്താ ഉണ്ടാകുക, എല്ലാവർക്കും അറിയാം. അത് തെളിഞ്ഞ കാര്യമാണ്, അത് മറഞ്ഞ കാര്യമല്ല. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഏത് നാടന്മാർക്കും അറിയാം. അതിനകത്ത് സമയം കളയണ്ട. ഏതായിരുന്നാലും ഒരു ഗ്ലാസ് വെള്ളം ആവശ്യം വരുമ്പോൾ നിങ്ങളാരും മൊയ്തീൻ ശൈഖോട് ഒരു ഗ്ലാസ് വെള്ളം തന്നെ പറയുന്നില്ല. 10 രൂപക്ക് ആവശ്യം വരുമ്പോൾ തൽക്കാലം വായ്പയിലോ ചോദിക്കുന്നില്ല. ഡോക്ടറെടുത്ത് പോകുന്നതിന് പകരം മൊയ്തീൻ ശൈഖിന്റെ പോണില്ല. എന്നാ ഡോക്ടറെ മരിച്ചാൽ നിങ്ങൾ പോവോ? ഇല്ലല്ലോ. അതേ ഡോക്ടറെ മരിച്ചാൽ എന്താ പോകാത്തത്? സംഭവം പോണില്ലല്ലോ. കാരണം എന്താ, മരിക്കുമ്പോൾ സബബുകൾ അവസാനിക്കുന്നു. മൊയ്തീൻ ശൈഖ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ പോയി കണ്ടിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ തെറ്റല്ല. അദ്ദേഹത്തോട് സാമ്പത്തികമായ സഹായം ആവശ്യപ്പെട്ടാൽ അത് തെറ്റല്ല. എന്റെ അദ്ദേഹം മരിച്ചപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാത്തത്? ആ സബബുകൾ അവസാനിച്ചു. ഇനി ബാക്കിയുള്ള എന്താ, നിങ്ങൾ ഈ പറഞ്ഞ കറാമത്ത്. ആ കറാമത്ത് ഞാൻ പറഞ്ഞ സബബുകളെ അല്ല, സബബുകളെ അല്ല. ആ മഹാന്മാർക്ക് അംബിയാഇനോ ഔലിയാഇനോ ശുഹദാഇനോ സ്വാലിഹികളോ നിങ്ങൾ കേൾക്കി മുസ്ലിയാർ എന്നിട്ടല്ലേ ഒന്നുകിൽ നിങ്ങൾ പറയും, ഞാൻ കേട്ടോളാം. കുറെ ന്യായവും വയലും പറയലല്ല. നിങ്ങൾ ഈ പറയുന്നതിന് ഇതാ ഇന്ന കിതാബിൽ ഇന്ന ഖുർആനിലെ ആയത്തുണ്ട്. ഞാനിവിടെ ഓതിയത് ആദ്യത്തേതിന് ഖുർആൻ ആയത്താ ഓതിയത്. നിങ്ങളെ ഓതിയതിന് വെറുതെ ന്യായം പറയാം. അതെ, അതിന് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പരിധിയില്ലാതെ കൊടുക്കും. സൂറത്തു ആൽ ഇംറാനിൽ തന്നെ വേറെ ആയത്തുണ്ട്. അതിലും ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതിൽ പെട്ടതാണ് കറാമത്തും മുഅ്ജിസത്തും. അത് കണക്കില്ല, പരിധിയില്ല. ഇനി എന്റെ അടുത്ത ചോദ്യം, ഇത് വെറുതെ നിങ്ങൾ ഒരു തെളിവ് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ എന്റെ മനസ്സ് കാണുന്നു എന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾ പറയുന്നു ഗൈബിയായ കാര്യം അറിയുമെന്ന് പറഞ്ഞാൽ തന്നെ ശിർക്കാണ്. അപ്പൊ സത്യത്തിൽ ശിർക്ക് ആരംഭം ചെയ്തത് എന്റെ മനസ്സ് നിങ്ങൾക്ക് എങ്ങനെ തെളിഞ്ഞു? എന്താണ് നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങൾ വിചാരിച്ചല്ല ഇങ്ങനെ ആവുന്നില്ലേ? അതാ പ്രശ്നം. നിങ്ങൾ വിചാരിച്ചെങ്കിലും ആയിരുന്നില്ല, എന്ന് നിവൃത്തില്ല. ഏതായിരുന്നാലും ഇപ്പൊ നിങ്ങൾ ഓതിയൊക്കെ ക്ലിയർ ആണ്. അവിടെയൊക്കെ പറഞ്ഞ എന്താണ്? പഠിച്ചവനാണ് നൽകുന്നവൻ. ആ റബ്ബിനോട് ചോദിച്ചാൽ മതി. ആ റബ്ബിനോട് ചോദിച്ചാൽ മതി. അള്ളേ കൊടുക്കുള്ളൂ, വേറെ ആരും കൊടുക്കുന്നില്ല. റബ്ബേ കൊടുക്കൂ, മറ്റാരും കൊടുക്കില്ല. അതുകൊണ്ട് കൊടുക്കുന്നവനോടെ ചോദിക്കാവൂ, കൊടുക്കാത്തവനോട് ചോദിക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? നിങ്ങൾ ഒരു ആയത്തെന്താ? നിങ്ങൾ ഒരു ആയത്ത് പ്രകാരം മാലിക്കുൽ മുൽക്ക് അല്ലാഹ്, തൂത്തിൽ മുൽക്ക് മൻ തശാ വതൻസുൽ മുൽക്ക് മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. ആ റബ്ബിനോട് ചോദിച്ചാൽ മതി. അത്രയുള്ള പ്രശ്നം. റബ്ബാണ് നൽകുന്നവൻ, റബ്ബാണ് ഇസ്സത്ത് നൽകുന്നവൻ, അവനാണ് നിലത്ത് നൽകുന്നവൻ, അവന്റെ കയ്യിലാണ് എല്ലാ ഖൈറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനോട് ചോദിക്കണം. സക്കറിയ നബി ചെയ്ത പോലെ ഇത് മനസ്സിലാക്കിയാണ് സക്കറിയ നബി. അതുകൊണ്ട് നിങ്ങൾ ആയത്ത് പോയിട്ട് അടുത്ത ആയത്ത് ഓതാത്തത്. നിങ്ങൾ ഫസ്റ്റ് ഒരു ആയത്തുണ്ടല്ലോ, ഫസ്റ്റിന് ഒരു ആയത്തുണ്ടല്ലോ. ഏത്? ആൽ ഇംറാൻ ആയത്ത്. എല്ലാ ആയത്തും പറ്റും. ഞാൻ പറഞ്ഞ അതൊന്നല്ല വിഷയം. മുസ്ലിം ആൽ ഇംറാൻ നിങ്ങൾ ഓതി വെച്ച ആയത്തെന്താ? അന്നാലക്ക് ഹാദാ ഹുവ മിൻ ഖലതു ഹുവ മിൻ ഇൻദില്ലാഹ്. നിങ്ങൾ കേൾക്കുന്നു, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ കറാമത്ത് കണ്ട ആൾ എന്താണോ ചെയ്തത് അത് നമ്മൾ ചെയ്യണം. അതെന്താ? അടുത്ത ആയത്ത് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. സക്കരിയ നബി റബ്ബിനോട് ദുആ ചെയ്തു. അത് നമ്മൾ ചെയ്താൽ മതി. നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ഈ മറിയം നബിയോട് ദുആ ചെയ്യാം. അവിടെയാണ് പ്രശ്നം. അതിപ്പോ എന്തായിക്കോട്ടെ, നിങ്ങൾ ദുആ ചെയ്യുന്നില്ല, നിങ്ങൾ വെറുതെ പറയാന്നല്ലാതെ. നിങ്ങൾ കുത്തുബൈത്ത് ചെല്ലുന്നുണ്ടോ? കുത്തുബൈത്ത് ചെല്ലുന്നുണ്ടോ?
ഉണ്ട്. എന്നാ പിന്നെ ക്ലിയർ ആയി. കുത്തുബിയത്ത് പറഞ്ഞ എന്താണ്? വമയുനാദി ഇസ്മിയൽ ഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി സർമൻ ലിഗഫതിഹി അജബ്തുഹു മുസ്രിആ മിൻ അജ്ലി ദഅവതിഹി ആ ദുആ കാരണമായി. ഏതാ ദുആ? ലഹു ദഅവത്തുൽ ഹഖ് സൂറത്തുൽ റഅദ് 14ാമത്തെ ആയത്ത്. ലഹു ദഅവത്തുൽ ഹഖ്. ഒന്ന് കേൾക്കി, നിങ്ങൾ ഇങ്ങനെ ആക്കാൻ വേണ്ടി മാത്രം വന്നിരുന്നാണ് നിവൃത്തിയൊന്നുമില്ല. ലഹു ദഅവത്തുൽ ഹഖ്, ഹഖായ ദഅവത്ത്, ഹഖായ പ്രാർത്ഥന അല്ലാഹുവിനുള്ളതാണ്. ലഹു ദഅവത്തുൽ ഹഖ്, ഹഖായ ദഅവത്ത് അല്ലാഹുവിനുള്ളതാണ്. കുത്തുബിയത്ത് പറഞ്ഞല്ലോ മിൻ അജ്ലി ദഅവതിഹി, മുഹീദ്ദീൻ ശൈഖുൽ ദഅവത്ത് കാരണമായി മുഹീദ്ദീൻ ശൈഖ് ഉത്തരം ചെയ്യും. അതിനാ ശിർക്ക് എന്ന് പച്ച അറബിയിൽ പറയാ. റബ്ബിൽ പങ്കു ചേർക്കൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അത് റബ്ബിൽ പങ്കു ചേർക്കൽ ഈ പറഞ്ഞത്. സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറാമത്ത് കണ്ടു, നേക്കുന്നതിനെ കണ്ണുകൊണ്ട്. അല്ലാഹു തആല നമുക്കത് വിശദീകരിച്ചു തന്നു. ആ സക്കരിയ നബി ചോദിച്ചു എവിടുന്നാണ് മറിയം? അതുവരെ മറുപടി എന്താണ്? ഹുവ മിൻ ഇൻദില്ലാ, അല്ലാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു, അല്ലാഹു തആല നൽകും മൻ യശാഉ, അവർ ഉദ്ദേശിക്കുന്നവർക്ക് ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. അപ്പൊ സക്കരിയ നബി എന്താ മനസ്സിലാക്കിയത്? അല്ലാഹ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഞാനും ചോദിച്ചു നോക്കട്ടെ. അല്ല, നിങ്ങളോട് എനിക്ക് ചോദിക്കാണ്ടതല്ല, ഞാൻ നൽകുന്നല്ല പറഞ്ഞത്, കണക്കില്ലാതെ ഞാൻ കൊടുക്കുന്നല്ല മറിയം ബീവി പറഞ്ഞത്. പിന്നെ ഇന്നല്ലാഹ യർസുഖു, പടച്ചോൻ നൽകും. അതുകൊണ്ട് അടുത്ത ആയത്ത് എന്ത്? ഹുനാലിക ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ച് സക്കരിയ നബി തന്റെ റബ്ബിനോട് ദുആ ചെയ്തു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതല്ലാതെ നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ എന്നാ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു എന്നല്ല. അതാ ഞാൻ പറയുന്നത് കറാമത്ത് സബബുകളെ അല്ല, കറാമത്ത് സബബുകളെ അല്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് നടപ്പാക്കുന്നു. അതുകൊണ്ടല്ലേ മറിയം ബീവിക്ക് ഗർഭമുണ്ടായത് സ്വന്തം കഴിവാണ് ഞാനും നിങ്ങളും പറയില്ലല്ലോ. അല്ലാഹ് കൊടുത്ത കഴിവാണെന്നറിയോ? അതും പറയില്ല. അല്ലാഹ് കൊടുത്ത കഴിവാണ് പറയോ? ഇല്ല, കൊടുത്ത കഴിവാന്ന് പറയോ? മറിയം ബീവി ഗർഭിണിയായി മാറിയത് അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ടാണ് എന്ന് പറയോ? ഇല്ല, അത് സബബുകൾക്ക് അതീതമാണ്, സബബുകൾക്ക് അതീതമാണ്. എങ്ങനെ ഉണ്ടായി? പഠിച്ചോ നേരിട്ട് നടപ്പാക്കി, പഠിച്ചോ നേരിട്ട് നടപ്പാക്കി. എന്റെയും നിങ്ങളെയും ഭാര്യമാർ ഗർഭിണിയാകണതോ അവിടെ സബബിന്റെ അടിസ്ഥാനത്തിലാണ്. അതാ വ്യത്യാസം. അവിടെ നമ്മളെ പങ്കന്മാരോ ഭാര്യമാരോ വേറെ രൂപത്തിൽ ഗർഭിണിയോ നമ്മൾ സമ്മതിക്കും? കറാമത്താണ് നമ്മൾ വയ്ക്കോ? ഇല്ല. എന്തുകൊണ്ട്? അപ്പൊ സബബിന്റെ അടിസ്ഥാനത്തിലാണ് ദുനിയാവിൽ റബ്ബ് കാര്യങ്ങൾ നടപ്പാക്കുന്നത്. എന്നാൽ മുഴുവൻ കറാമത്തുകൾ സബബുകൾക്ക് അതീതമാണ്, കാരണങ്ങൾക്ക് അതീതമാണ്. അതാവട്ടെ അവരുടെ കഴിവല്ല, അവരുടെ കഴിവല്ല. അങ്ങനെ കഴിവായി കൊടുത്തിട്ടില്ല, കഴിവായി കൊടുത്തിട്ടില്ല. കൊടുത്തത് എവിടെയുള്ളത്? ഇല്ലല്ല, കൊടുത്തുന്നില്ലല്ലോ. റബ്ബാണ് നടപ്പാക്കുന്നതാണത്, റബ്ബാണ് നടപ്പാക്കുന്നവൻ. അൽ ആയാത്തു മിൻ ഇൻദില്ലാഹ്, ആയത്തുകൾ മുഴുവനും റബ്ബിൽ നിന്നാണ്, ആയത്തുകൾ മുഴുവനും റബ്ബിൽ നിന്നാണ്. അതുകൊണ്ട് കറാമത്ത് മുഴുവത്ത് അല്ലാഹു തആല നേരിട്ട് നടപ്പാക്കുന്നു, അവർക്കതിൽ ഒരു പങ്കുമില്ല. അല്ലാത്തവയോ സബബിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുമ്പോൾ അവിടെ മുസബ്ബബ് ഉണ്ടാകുന്നു, കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കാര്യം നടപ്പാകുന്നു. അതാ ദുനിയാവിലെ സിസ്റ്റം. കറാമത്ത് മുഴുവത്തോ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യം ഉണ്ടാകുന്നില്ല, കാരണങ്ങളുമായി ബന്ധപ്പെടുന്നില്ല, ആ അടിസ്ഥാനത്തിൽ കാര്യം ഉണ്ടാകുന്നുമില്ല. കാരണങ്ങൾക്ക് അതീതമായി കാര്യമുണ്ടാകുന്നു. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളോ കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ കാര്യമുണ്ടാകുന്നു. അതുകൊണ്ടാണ് മരിക്കുമ്പോൾ ആ കാരണങ്ങൾ അവസാനിച്ചു പോകുന്നു. അതുകൊണ്ട് മരിച്ച ഡോക്ടർക്ക് നമ്മളാരും പോകുന്നില്ല, മരിച്ച എഞ്ചിനീയറെ നമ്മളാരും പ്രായം വലിക്കാൻ വേണ്ടി വിളിക്കാറില്ല, മരിച്ച കൂലിപ്പണിക്കാരനെ നമ്മളാരും വീട്ടിൽ ജോലിക്ക് വേണ്ടി ആവശ്യപ്പെടാറില്ല, മരിച്ച പിതാവിനെ നമ്മളാരും വീട്ടിലെ ബാക്കി കാര്യങ്ങൾ മുഷാവറ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്താറില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എന്നാൽ കറാമത്ത് മുഴുവത്തുകൾ അത് കഴിവല്ല, റബ്ബ് അവർക്ക് നൽകിയ കഴിവേ അല്ല, സബബുകളുമല്ല. സബബുകൾക്ക് അതീതമായി അല്ലാഹു തആല അവരിലൂടെ നടപ്പാക്കുന്നു. ഇനി അതൊന്നും അവരോട് തേടാൻ തെളിവുമല്ല. അതാ മർമ്മം, അതാ മർമ്മം. ഇതൊന്നും അവരോട് തേടാൻ തെളിവല്ല. എന്തുകൊണ്ട്? കറാമത്ത് കണ്ടവർ ആണ് സക്കരിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ട സക്കരിയ നബി ആരിൽ നിന്ന് കണ്ടുവോ അവരോടല്ല തേടിയത്, നേരെ മറിച്ച് ആരാണോ നൽകുമെന്ന് പറഞ്ഞത് ആ നൽകുന്നവരോടാണ് തേടിയത്. അവർ തേട്ടം നൽകുന്നവരോടായിരിക്കണം. ഇന്നല്ലാഹ യർസുഖു, അല്ലാഹ് നൽകും. അതുകൊണ്ട് നൽകുന്ന റബ്ബിനോട് ചോദിക്കുക, നൽകാത്തവരോടല്ല ചോദിക്കേണ്ടത്. അല്ലാഹു
ഹലോ അള്ളാഹു ആലം തന്നെ പറയാൻ പറ്റുള്ളൂ, തെളിവുകളൊന്നും പറഞ്ഞിട്ടില്ല. വാക്ക് ധോരണിയിൽ ഇങ്ങനെ കുറെ കണകൂടെ പറഞ്ഞു പോയി എന്നല്ലാതെ. പോകട്ടെ, ഇനി കുത്തുബിയത്തുമായി ബന്ധപ്പെട്ട് അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന കഴിവിന് പരിധിയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒന്ന് രണ്ടായത്ത് ഞാൻ അവിടെ ഓതിയിട്ടുണ്ട്. ഇനി ഒന്ന് അതുകൊണ്ട് കുത്തുബിയത്ത് നിങ്ങൾ ഓതിയത് കൊണ്ട് ഒരു മിനിറ്റ് അങ്ങനെ പോകാൻ പറ്റില്ല, അങ്ങനെ പോകാൻ പറ്റില്ല. അള്ളാഹു നൽകുന്ന കഴിവിന് പരിധി ഏതായത്താം? ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു തആല യർസുഖു, അവൻ നൽകും. കഴിവിനേതാ? ഏതിനർത്ഥ കഴിവ്? അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് നൽകും? എന്തെങ്കിലും എന്നാ പറയും, കഴിവ് നൽകും. നിങ്ങൾ തഫ്സീറും കൊണ്ടില്ല, ഒന്ന് കിതാബും കൊണ്ടില്ല, പിന്നെ എന്തിനാ? ശരി, തെറ്റാണ്, ശരിയല്ല. കഴിവല്ലാന്ന് പറഞ്ഞത് എന്താണ് പറയും? ഇതുവരെ പറഞ്ഞെന്താ? ആയത്തുകൾ മുഴുവനും അല്ലാഹുവിൽ നിന്നാണ്, ഇവരിലൂടെല്ല. അതാ ഞാൻ പറഞ്ഞു, നൽകുന്ന കഴിവേ അല്ല. എത്ര ദിവസം പറഞ്ഞു? ആയാത്ത് മിന്നതിലെ കറാമത്താണോ? കറാമത്ത് തന്നെയാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ, കറാമത്ത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകും ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. സമ്മതിച്ചോ? അൽഹംദുലില്ലാഹ്. മതി. നേരത്തെ നിങ്ങൾ കുത്തുബിയത്ത് സമ്മതിച്ചോ? കഴിവല്ലാന്ന്. കറാമത്ത് നൽകും, അത്ര വിശ്വാസമുള്ളൂ. മുഅ്ജിസത്തും കറാമത്തും അല്ലാഹു നൽകുന്നതാണെന്നുള്ള വിശ്വാസം എനിക്ക്. അത് നിങ്ങൾക്കുണ്ടല്ലോ. പക്ഷെ മറ്റേ വിശ്വാസം ഇല്ല, അത് കഴിവാന്നുള്ള വിശ്വാസം. അള്ളാഹു നൽകുന്ന കഴിവല്ല, അവിടെ നൽകുന്ന കഴിവല്ല നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വാദത്തിന് സമ്മതിച്ചാൽ തന്നെ ആയത്തും മിൻ ഇൻദില്ലാഹി, ഇത് കറാമത്താണോ? ആയിക്കോട്ടെ, കുത്തുബിയത്തിൽ ചെറിയ ഒരു വരി ഞാൻ വിശ്വാസം കുത്തുബിയത്തില് ആദ്യമൊക്കെ പോയി ചെല്ലണോ ഇവിടെ തീരുമാനിച്ചിട്ട് ചെല്ലിയാ പോലെ. ഇവിടെ എന്താ പറഞ്ഞത്? അല്ലാഹു തആല കഴിവ് നൽകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിവ് നൽകുമെന്നാണെങ്കിൽ മറ്റായത്തിൽ എന്ത് ചെയ്യും? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു നഫ്സിനോടും അതിന്റെ കഴിവിനപ്പുറം അല്ലാഹു കീർത്തിക്കുകയില്ല. ശ്രദ്ധിച്ചു കേൾക്കി. അല്ലാഹു ഒരു നഫ്സിനോടും കഴിവിനപ്പുറം കീർത്തിക്കുകയില്ല. കേൾക്കുന്നു, മുഴുവൻ കേട്ട് പറയും. മണി ആയത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന ആള് എന്നാ ഇളകൂല. നിങ്ങൾ കേൾക്കി. അല്ലാഹു തആല യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ റബ്ബ് നൽകും. നിങ്ങൾ വിശ്വസിക്കുന്നു? സുന്നികളൊക്കെ പറയുന്നു അല്ലാഹ് കൊടുത്ത കഴിവാണ്. അല്ലാഹ് കൊടുത്ത കഴിവാണ്. അവിടെ കേൾക്കി. അല്ലാഹ് കൊടുത്ത കഴിവാണ് പറയുന്നു. അല്ലാഹ് കൊടുത്ത കഴിവാണ് കറാമത്തെങ്കിൽ അപ്പുറത്ത് അല്ലാഹ് പറയുന്നു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കഴിവിനപ്പുറം ഒരാളോടും അല്ലാഹു നിർബന്ധിക്കുകയില്ല. കഴിവിനപ്പുറം ഒരാളും അല്ലാഹു നിർബന്ധിക്കുകയില്ല. കറാമത്ത് അല്ലാഹ് കൊടുത്ത കഴിവാണ് നിങ്ങൾ പറയുകയും ചെയ്യുന്നു. അപ്പൊ എന്തായി? അല്ലാഹ് കൊടുത്ത കഴിവാകുന്ന കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് തക്ലീഫ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ വണ്ടി ആക്സിഡന്റ് ആകുമ്പോ ബഗ്ദാദിലെ മൊയ്തീൻ ഷേഖ് കുറ്റക്കാരനായി മാറും. എന്തുകൊണ്ട്? ലോകത്തെ എവിടും കാണാൻ കഴിയും, എവിടെയും കേൾക്കാൻ കഴിയും, എവിടെയും ഓടിയെത്താൻ കഴിയും, എവിടെയും രക്ഷപ്പെടുത്താൻ കഴിയും, എവിടെയും പ്രയാസം നീക്കാൻ കഴിയും. എന്നിട്ടും ഷെയ്ഖ് നീക്കിയില്ല. അപ്പൊ ഷെയ്ഖ് ധിക്കാരിയായി മാറില്ല. നിങ്ങളെ ആശയപ്രകാരം ഈ പറഞ്ഞ ആയത്ത് പ്രകാരവും. അതോടെ നമ്മൾ പറഞ്ഞത് അത് കഴിവല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് പറഞ്ഞ വുസ്ഇൽ കറാമത്ത് പെടുന്നില്ല, മുഅ്ജിസത്ത് പെടുന്നില്ല. കറാമത്ത് മുഅ്ജിസത്ത് പെടുമെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പറ്റുന്നല്ലോ. ശരി, ഇവിടെ തൗഹീദ് ചുരുക്കുമ്പോൾ ഘടകമാണ്. നിങ്ങളെ വിശ്വാസം എന്താ? കൊടുത്ത കഴിവിന്റെ സ്ഥാനത്ത് ഞങ്ങൾ ചോദിക്കുന്നതാ. നിങ്ങൾ കേൾക്കി. അതേ കറാമത്ത് മുഅ്ജിസത്ത് എന്ന റബ്ബ് നൽകിയ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. അത് ദുആ അല്ല, അത് ശിർക്കല്ല, തൗഹീദാണ് എന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം. അത് ശരിയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ വിശ്വാസം എന്താ അറിയോ? അല്ലാഹു കറാമത്തും മുഅ്ജിസത്തും അവരോട് പ്രകടമാക്കുന്നു. അത് അവർക്ക് കഴിവായി നൽകുന്നതല്ല. അതാ വ്യത്യാസം. രണ്ടും കൂടെ ഞങ്ങളുടെ വ്യത്യാസം അത് മനസ്സിലാക്കി. നിങ്ങളെ വിശ്വാസം കറാമത്ത് മുഅ്ജിസത്ത് എന്ന റബ്ബ് നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മെ സഹായിക്കും എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നു എന്ന ഞങ്ങളുടെ വാദമാണ്. ഞങ്ങളുടെ വിശ്വാസം എന്താ? കറാമത്ത് മുഅ്ജിസത്തുണ്ട്, അത് അവർക്ക് അല്ലാഹു കഴിവായി നൽകിയതല്ല, അല്ലാഹു നേരിട്ട് അവരിലൂടെ നടപ്പാക്കുകയാണ്. ഇവർക്ക് കഴിവായി കൊടുത്തിട്ടില്ല. കഴിവായി കൊടുത്തു എന്ന് പറയുമ്പോൾ എല്ലാ നഫ്സിനോടും ആ കഴിവിനപ്പുറം കീർത്തിക്കില്ല എന്ന് പറയുന്നു.
നിങ്ങൾ വിശ്വസിക്കുന്ന കഴിവ് ഏതാണ്? കറാമത്ത് പ്രകാരം കണക്കില്ലാതെ നൽകും എന്ന് പറഞ്ഞ് കഴിവായി പറയുമ്പോൾ കണക്കില്ലാതെ കാണാൻ, കണക്കില്ലാതെ കേൾക്കാൻ, കണക്കില്ലാതെ അറിയാൻ, കണക്കില്ലാതെ ഓടിയെത്താൻ, കണക്കില്ലാതെ സഹായിക്കാൻ, കണക്കില്ലാതെ ഇടപെടാൻ കഴിയും. അതാണ് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്ന വിശ്വാസം. അതല്ലേ എല്ലാ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് ഭയപൂടതീരം ചെയ്യും ഞാനെന്നോവർ. അല്ല കൊടുത്ത കഴിവാണ്, സ്വയം കഴിവല്ല. അത് നിങ്ങളെ വിശ്വാസം ആയിക്കോട്ടെ, അല്ല കൊടുത്ത കഴിവാണ്. അപ്പൊ എന്താ? എല്ലാ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് ഭയപൂടതീരം ചെയ്യും ഞാനെന്നോവർ. എവിടുന്ന് വിളിച്ചാലും വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യും. എങ്ങനെ? അല്ല കൊടുത്ത കഴിവ്, കറാമത്ത് എന്ന അല്ലാഹു കൊടുത്ത കഴിവ്. എങ്കിൽ കഴിവിനപ്പുറം അല്ലാഹു നിർബന്ധിക്കൂല. അപ്പൊ മുദീഷിന്റെ കഴിവാണെന്ത്? ലോകത്തെ എവിടേക്കും എത്താൻ കഴിയുക, ഏത് ഭാഷയും മനസ്സിലാവുക, ഏത് വിളിയും കേൾക്കുക, എല്ലാവരെയും കാണുക, എല്ലാം അറിയുക, എല്ലായിടത്തും ഇടപെടുക, എല്ലാരെയും സഹായിക്കുക. ഒന്നും സ്വന്തമല്ല, പഠിച്ചോൻ കൊടുത്തതാണ്. നിങ്ങളുടെ വിശ്വാസം ആണല്ലോ. ഇത് ശരിയാണെങ്കിൽ ലോകത്തെടുക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും മൊയ്തീൻ ശൈഖിന് ശിക്ഷ കിട്ടും. ലോകത്തെടുക്കുന്ന എല്ലാ മോഷണങ്ങൾക്കും മൊയ്തീൻ ശൈഖിന് ശിക്ഷ കിട്ടും. ലോകത്തെടുക്കുന്ന എല്ലാ വ്യഭിചാരങ്ങൾക്കും മൊയ്തീൻ ശൈഖിന് ശിക്ഷ കിട്ടും. നിങ്ങൾ ജാടത്ത് പോയി ശിർക്ക് ചെയ്യുമ്പോഴും മൊയ്തീൻ ശൈഖിന് ശിക്ഷ കിട്ടും. കാരണം മൂപ്പർ നിങ്ങളെ പിടിച്ചെടുത്താൻ പറ്റിയിട്ടും പിടിച്ചെടുത്തിട്ടില്ല. നിങ്ങൾ ശിർക്ക് ചെയ്യുമ്പോൾ ചങ്ങായി ചെയ്യല്ല എന്ന് പറയാൻ മുമ്പേ കഴിയും, പക്ഷെ ചെയ്യുന്നില്ല, ഉണ്ടാതെ കിടക്കുക, അപ്പൊ കുറ്റക്കാരനായി മാറും. നിങ്ങൾ പറഞ്ഞ വിശ്വാസം ആണ് ശരിയെങ്കിൽ അതാ ഞങ്ങൾ പറഞ്ഞത്. അല്ല കൊടുത്ത കഴിവല്ല. കഴിവാന്ന് പറഞ്ഞാൽ ഓലെ പേര് ഇതൊക്കെ ചാർത്തേണ്ടി വരും. നമുക്ക് കഴിവാന്ന് വന്നു കഴിഞ്ഞാൽ അവരെ പേരിൽ ഇതൊക്കെ ചാർത്തേണ്ടി വരും. അപ്പൊ കഴിവല്ല. പിന്നെ അവരിലൂടെ അള്ളാഹു വെളിവാക്കി മാത്രം അവർക്കത് പങ്കുമില്ല. ഇങ്ങനൊരു ഉദാഹരണം, ഖുർആനിലെ ഉദാഹരണം പറഞ്ഞില്ല. മൂസാ നബിന്റെ മുഴുജത്താണ് വടി. താഴെ ഇട്ടാൽ പാമ്പായി മാറും. ഇത് മൂസാ നബിക്ക് കഴിവായിട്ട് പഠിച്ചോൻ കൊടുത്തതല്ല, ഒരു കഴിവായി കൊടുത്തതല്ല. പിന്നെയോ എപ്പോഴാണോ ഇടാൻ അള്ളാഹ് പറഞ്ഞത് അപ്പൊ ഇടും, അപ്പത് പാമ്പായി മാറും. അല്ലാതെ എവിടെ ചെല്ലുമ്പോഴാണ് എന്റെ ഒരു വടി ഉണ്ട് കണ്ടോ എന്നുമായിട്ട് ഇങ്ങനെ നടക്കതല്ല മൂസാ നബി ഇസ്ലാം. ആ വടി എന്താ ചെയ്യുക? സാധാരണ എന്താ ചെയ്യാ? കുത്തിപ്പിടിക്കുന്നു, ആടിന് ഇരപൊഴിച്ചു കൊടുക്കുന്നു. വലിയ ഫീഹ മആരിബ് ഉഖ്റ, എനിക്ക് മറ്റൊരുപാട് ആവശ്യമുണ്ട്. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു തആല എടുത്ത് പറഞ്ഞു. കേൾക്കി വലിയ നിങ്ങൾ ഇങ്ങനെ കേൾക്കൂ. നീ ചോദിക്കാളപ്പോൾ അതന്നെയല്ലേ നിങ്ങൾ കേൾക്കി. നല്ലതാണ്, അങ്ങനത്തെ വയതൊന്നും വേറെ കിട്ടൂല. വലിയ ഫീഹ മആരിബ് ഉഖ്റ, എനിക്ക് വേറെ കുറെ ആവശ്യങ്ങളുണ്ട് ആ വടി കൊണ്ട്. ആ വടി സാധാരണ മൂസാ നബി എന്തിനു ഉപയോഗിക്കും? അതിനൊക്കെ ഉപയോഗിക്കും. എന്നാൽ വഅൽഖി മാ ഫീ യമീനിക്, നിന്റെ കയ്യിലുള്ളത് ഇടുക എന്ന് പറയുമ്പോഴാ ഇടുന്നത്. അപ്പോഴാ സർപ്പമായി മാറുന്നത്. കടലിനടുത്ത് പോയി പെട്ടു, പിറകെ ശത്രുക്കൾ, മുന്നിൽ സമുദ്രം, ഇനി വഴിയില്ല. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ നാം പിടിക്കപ്പെട്ടവർ തന്നെ. മൂസാ നബി എന്താ പറഞ്ഞത്? ആ മൂസാ നബി എന്താ പറഞ്ഞത്? അതൊന്നും പേടിക്കണ്ട, നിന്റെ അടുത്ത് വടിയുണ്ട് എന്നല്ല പറഞ്ഞത്. എന്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ അടിച്ചിട്ട് പറഞ്ഞാൽ പോകുന്നല്ല പറഞ്ഞത്. പിന്നെ എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ ഒരു വഴി കാണിച്ചു തരും. എന്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ കടലിൽ അടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഒരു കഴിവാണെങ്കിൽ അതല്ലേ പറയാം. ഒപ്പുള്ള എന്ത് വിചാരിക്കും? നമുക്ക് ബേജാറില്ല, മുസാബിത്ത് വടിയുണ്ടല്ലോ, നമുക്ക് ബേജാറൊന്നുമില്ല എന്ന് അവരും വിചാരിക്കാം. എന്നാൽ കഴിവല്ല. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു? യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, പിടിക്കപ്പെട്ടവർ തന്നെ. മറുപടി എന്താ? അല്ല, ഇന്ന മഅയ റബ്ബി, കൂടെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ വഴി കാണിച്ചു തരും. അല്ല ഇടപെട്ടു, അല്ല വിളിച്ചു, ഇദ്രിബ് ബിഅസാകൽ ബഹർ, ആ വടി കൊണ്ട് കടലിൽ അടിക്കുക. അപ്പോഴടിക്കുന്നത്. അതിന് മുമ്പ് അടിച്ചാലോ വെള്ളം തെറിക്കുന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കൂല. ആ വടി കൊണ്ട് അടിക്കുക എന്ന് അല്ലാഹ് പറഞ്ഞു. അടിച്ചു, അപ്പൊ പിളർന്നു, അപ്പുറം പോയി. മഴയില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടു. ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞു വെള്ളമില്ല. എന്താ പറഞ്ഞത്? അടുത്ത വടിയുണ്ട്, കല്ലുണ്ട് എന്ന് പറഞ്ഞോ? ഇല്ല, ആ നീട്ടണം, ഇങ്ങനെ നിങ്ങൾ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ കേൾക്കില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്ന് നമ്മളെ വയതാക്കാൻ പോയി ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്ന് നമ്മളെ വയതാക്കാൻ വരികയാണെങ്കിൽ നമ്മളിതൊന്നും നീട്ടും. നിങ്ങളെ കിട്ടുമ്പോഴേ പങ്കരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കല്ലുണ്ട് കൊണ്ടുവന്നാൽ മതി, വടി വരണ്ട് എന്ന് പറഞ്ഞില്ല. പിന്നെ നല്ല സ്ഥലത്ത് പറഞ്ഞു. അപ്പുറത്ത് തന്റെ കൗമിന് വേണ്ടി അള്ളാഹിനോട് മൂസാ നബി വെള്ളത്തിന് ആവശ്യപ്പെട്ടു, മഴയ്ക്ക് വേണ്ടി തേടി. അപ്പുറത്ത് കൗമ് മൂസാ നബിയോട് വെള്ളം ആവശ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്, സംശയം പാലിക്കാൻ വേണ്ടത് സംശയമില്ലല്ലോ. അവിടെ മൂസാ നബി എന്തു പറഞ്ഞില്ല? ഒരു കല്ലുകൊണ്ട് വടി വിടണ്ട്, നിങ്ങളുടെ ബേജാറാണ് എന്നല്ല ചോദിച്ചത്.
പിന്നെ റബ്ബിനോട് തേടുന്നു. റബ്ബ് വഹി നൽകുന്നു. എന്ത്? ആ വടി കൊണ്ട് പാറക്കടിക്കുക. അപ്പടിച്ചാലേ വെള്ളം വരുള്ളൂ. അതിന് മുമ്പടിച്ചാലോ വെള്ളം വരാൻ പോണില്ല. അതാണ് പറഞ്ഞത് അവരുടെ കഴിവല്ല, കഴിവാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ദുൽമുകൾ അവരെ പേര് ചാർത്തി വെക്കേണ്ടി വരും. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിവൃത്തിയൊന്നുമില്ല. ഉറങ്ങുന്നോലും ഉണരും, അല്ലാത്തവരും ഉണർത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അവര് പള്ളിക്ക് വാങ്കെട്ട പിന്നെ മാത്രമല്ല മൊയ്തീൻ ഷെയ്ഖൊന്നും ബഗ്ദാദിലെ പള്ളിയിൽ പോയാൽ മതിയാവൂല. മൊയ്തീൻ ഷെയ്ഖിന് മാലപ്പാട്ട് പഠിപ്പിച്ച പ്രകാരം മൊയ്തീൻ ഷെയ്ഖ് ലോകത്തുള്ള എല്ലാ പള്ളിക്കിലും അദ്ദേഹത്തിന് മിമ്പർ ഉണ്ട്. ലോകത്തെവിടെല്ലാം ജുമുഅത്ത് പള്ളിയുണ്ടോ അവിടെയെല്ലാം എനിക്കൊരു മിമ്പറുണ്ട്. എവിടെയെല്ലാം മിമ്പറുണ്ടോ അവിടെല്ലാം എനിക്ക് ഖുതുബയുമുണ്ട്. അപ്പൊ പുറത്ത് വഹാബി പള്ളിക്ക് മൊയ്തീൻ ഷെയ്ഖ് കുത്തുപെടുത്താൻ വേണ്ടി വരും, അല്ലെങ്കിൽ കുറ്റം കിട്ടും. സുന്നി പള്ളിക്കും പോകേണ്ടി വരും. എല്ലാ പള്ളി എവിടെയൊക്കെ ജുമുഅത്ത് പള്ളി ഉണ്ടോ അവിടെയൊക്കെ മെമ്പർ ഉണ്ട്. അല്ല, അത് കഴിവ് കറാമത്തുള്ള പോലെ നിങ്ങൾ പറഞ്ഞ കഴിവതാണ്, അല്ല കൊടുത്ത കഴിവ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ ആ കഴിവ് പ്രകാരമാണെങ്കിൽ ഇവിടെ ജുമാക്ക് എവിടെ ബാങ്ക് കൊടുത്തു അവിടെ പോകണം. മുമ്പ് വേറെന്താ നടക്കുക? കേരളത്തിൽ ജുമാ ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് ജുമാ കൊടുക്കും, അപ്പോഴേക്കും അപ്പുറത്ത് ജുമാ കൊടുക്കും. അങ്ങനെ ലോകം മൊത്തം ജുമാക്ക് പോകുമ്പോഴേക്ക് അപ്പുറത്തെ അസ്ലാം കൊടുക്കും, അപ്പുറത്ത് മരീബ് കൊടുക്കും. എന്താ മുമ്പ് ചെയ്യാം? എല്ലാ ഭാഗവും കേൾക്കും ചെയ്യും, എല്ലാ ഭാഗവും കേൾക്കും. റമദാൻ മാസം മാറി 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 ഇങ്ങനെ വരും. ആ മാസപ്പേക്ക് മുമ്പിൽ കാണാൻ ലോകത്ത് മൊത്തം അവിടൊക്കെ നോമ്പ് പോയിക്കണ്ടിരും. നോമ്പ് പോയി കഴിഞ്ഞാൽ കുറ്റം കിട്ടും. നീട്ടും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ലേ, നോമ്പ് പോയി കഴിഞ്ഞാൽ കുറ്റം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഏതായിരുന്നാലും ഇവിടെ അൽഹംദുലില്ലാഹ് വിശദമായി പറഞ്ഞു, കറാമത്ത് എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന കഴിവല്ല. കഴിവ് ആണെങ്കിൽ ഇപ്പറതെല്ലാം സ്പഷ്ടമായി വരും. അതുകൊണ്ട് കറാമത്ത് എന്നുള്ളത് ആ സ്വാലിഹായ മനുഷ്യന്റെ, മുഅ്മിനായ മനുഷ്യന്റെ, വലിയായ മനുഷ്യന്റെ കയ്യാൽ പ്രകടമാകുന്ന കാര്യം എന്താ? യദ്ഹറു അലാ യദിൽ വലിയീന. അതാ ആ തരീഫ് നിങ്ങൾക്ക് പ്രശ്നം. യദ്ഹറു അലാ യദിൽ വലിയി, വലിയന്റെ കയ്യാൽ പ്രകടമാകുന്ന കാര്യം എന്താ? വലിയന് അല്ലാഹു കൊടുക്കുന്ന കഴിവ് എന്നല്ല. കറാമത്തിന് നിങ്ങൾ ഏത് തരീഫ് എടുത്ത് നോക്കി, കറാമത്തിന് തരീഫ് പറഞ്ഞ ഏത് കിതാബ് വായിച്ചു നോക്കി, അല്ലാഹു കൊടുക്കുന്ന കഴിവ് എന്ന കറാമത്ത് ലോകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ല മുസ്ലിയാരെ. പിന്നെ അതന്നെ പറയാ, കറാമത്തിന് നിർവചനം പറഞ്ഞ ഏത് കിതാബ് എടുത്താലും ആ കിതാബിൽ നിന്നും കറാമത്തിന് അള്ളാഹു നൽകുന്ന കഴിവാകുന്ന കറാമത്ത് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ വലിയന്റെ കയ്യാൽ വെളിവാകുന്ന കാര്യമാകുന്നു. അപ്പൊ തന്നെ ക്ലിയറാണ്, വലിയന്റെ കയ്യാൽ വെളിവാകുന്ന കാര്യം. അല്ലാതെ വലിയ അല്ലാഹു കൊടുത്ത കഴിവ് എന്നല്ല കറാമത്തിന് നിങ്ങൾ വിശ്വസിക്കുന്ന അഖീദ കിതാബിൽ പോലും നിർവചനം പഠിപ്പിച്ചത്. ശരി, അൽഹംദുലില്ലാഹ് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ കറാമത്ത് അല്ലാഹു തആല നൽകുന്ന കറാമത്തിന് ഒരു പരിധിയില്ല. ഇനി നേരത്തെ പറഞ്ഞു ദുആ ചെയ്യാന്ന് പറഞ്ഞു, എന്നിട്ട് ഓതി ആയത്തേതാ? വലാ തദൂമ അല്ലാഹി അഹദാ. എന്താ അർത്ഥം എന്ന് പറയൂ പ്ലീസ്. നിങ്ങൾ ഓതി അർത്ഥം പറഞ്ഞല്ലോ, അർത്ഥം പറയില്ല. ഞാൻ ആ സ്പോട്ടിൽ എഴുതി വെച്ചു, നിങ്ങൾക്ക് ക്ലിപ്പിടാം. ഞാൻ ഓതി സൂത്രത്തിലെ 14-ാമത്തെ ആയത്ത് അല്ലല്ല, നിങ്ങൾ ഓതിയതല്ലോ. ഫദലുൽ ഹഖ് ഉമരി ഓതി വലാ തദൂമ അല്ലാഹി അഹദ. അല്ലെങ്കിൽ അയാളോട് ചോദിക്കും, എന്താ പ്രശ്നം? നിങ്ങൾ പ്രശ്നം പറയും. അവിടെ കേട്ടെ, സൂറത്തുൽ ഖസസ് 88-ാമത്തെ ആയത്ത്. അതിന്റെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ഈ സാന്ദർഭികമായി ചോദിക്കണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ, എങ്കിൽ എന്തുകൊണ്ട് ഒരു തുറന്ന സംവാദത്തിന് നിങ്ങൾ തയ്യാറാവുന്നില്ല? എത്ര നടന്നല്ല, ഇനി കടമ്പുറത്ത് നിങ്ങൾ തയ്യാറുണ്ടോ? അത് നമ്മളല്ല, അത് ശരി, അൽഹംദുലില്ലാഹ്. ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയേ വേണ്ടുള്ളൂ. നേരത്തെ നിങ്ങൾ ഖുത്ബത്തിൽ ഓതിയ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഓതാൻ എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ സൂറത്തുൽ ഖസസിലേക്ക് വരും. പിന്നെ ഒരുപാട് നിങ്ങൾ ഇവിടെ വിഷയം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ഞാൻ ചോദിക്കുന്നുള്ളൂ, പുറത്തുനിന്നുള്ള ചോദ്യങ്ങളില്ല. അപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കുറെ നീട്ടിക്കൊണ്ടുപോയാൽ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ സമയം കഴിഞ്ഞു പെട്ടെന്ന് നിർത്തിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചങ്ങനീരി ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ ഇടപെട്ടിട്ടാണ് നിങ്ങൾ മുണ്ടാതെ നിന്നാല് പെട്ടെന്ന് കഴിയും. നിങ്ങൾ തീർക്കൂല, ഇടയ്ക്കെന്തേ പറയും, അപ്പൊ അതും പറയേണ്ടി വരും. പിന്നെ പറഞ്ഞേ പറയും, അതും പറയേണ്ടി വരും. നിങ്ങളോട് ചോദിക്കുന്ന തെളിവാ ചോദിക്കുന്നത്, എന്തെങ്കിലും നിങ്ങൾക്ക് ആഴ്ച തെളിവല്ലേ ഞാൻ താഴ്ച. എന്തൊരു കഷ്ടം. അതിന് നിങ്ങൾ തെളിവുകൾ വായ കൊണ്ട്
പറയുന്ന വാക്കല്ലാതെ ആയത്തെ നിങ്ങൾ പറഞ്ഞൊന്നുമില്ല. അതിന് കിതാബിൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ല. مختاري عبدنا قال أعطاك من قدرة ما شئت من مستطاع. അതാ സുന്നിയുടെ വിശ്വാസം. അതുകൊണ്ടുള്ള കാര്യമുണ്ട്. പച്ച ശിർക്കാണ് വിശ്വാസം. അവിടെ തന്നെ അത് മാത്രമൊന്നുമല്ല. ബാക്കിയൊക്കെ പാടി അത് മാത്രമല്ല. ഏതോദ്യാലും ശിർക്കല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇമാമുകൾ നിങ്ങൾ ശിർക്കാന്ന് പറയുന്നത് ഇമാം ശിർക്കില്ല. ഒരൊറ്റ ഇമാമും നിങ്ങൾ തന്നെ മുജാഹിദുകൾ അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണം എന്നുള്ളതിന്റെ പേരിലാണ് നിങ്ങൾ പൊട്ടിപ്പിളർന്ന് 8ഉം 9ഉം കഷ്ടമായത്. ഇനി ഇതിന്റെ പേരിൽ ഐക്യപ്പെട്ടവര് ജൂതന്മാരുടെ ഐക്യമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഞാൻ പറഞ്ഞത്. ജയിലിൽ കിടക്കണ്ട. അപ്പൊ അതാണ് സുന്നയുടെ വിശ്വാസം. സൂറത്തുൽ ഖസസിലെ 88ാമത്തെ ആയത്ത്. ഐ തിങ്ക് ഞാൻ ഇവിടെ ഒരു സംവാദം അല്ലെ ചോദ്യം വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നല്ല. ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ ഇവിടെയുള്ള മുജാഹിദുകൾക്കും സുന്നികൾക്കും എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ വീണ്ടും ഞങ്ങൾക്ക് കത്ത് തരാൻ പ്രയാസം